ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. നമ്മൾ കംസ് ഓഫ് ഏജ് ആണെന്നും നാളെ ചോഞ്ചാട്ടം നാളെ ഞായറാഴ്ച വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എബി ബിൽ ഡബ്ല്യുവിനെ കണ്ടുമുട്ടുന്ന ആ ഭാഗത്താണ്. ആ ഭാഗം ഒന്നുകൂടി ഒന്ന് വായിക്കാം. എബി എന്നെ സമ്മർദ്ദത്തിലാഴ്ത്തുകയോ സുവിശേഷകനെ പോലെ സംസാരിക്കുകയോ ചെയ്തില്ല. അദ്ദേഹം പെട്ടെന്ന് തന്നെ പോയി. ഒരു ദിവസം ലഹരി വല്ലാതെ പിടിച്ചപ്പോൾ എനിക്കൊരാശയം തോന്നി. എൻ്റെ തന്നെ ചൂണ്ടുകൊണ്ട് മതപരമായ ഒരു അന്വേഷണം നടത്തേണ്ട സമയമായിരിക്കുന്നു. സാം ഷുമാക്കറുടെ കാൽവരി ചർച്ചിലെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങളാണ് എബിയെ അവരോടൊപ്പം ചേർത്തിരിക്കുന്നത്. അവർ എവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് ഒന്ന് പോയി നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. 23-ാം സ്ട്രീറ്റിലെ 4-ാം അവന്യൂവിലേക്ക് ഞാൻ പുറപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ബാറുകളിലെല്ലാം കയറിയാണ് പോയത്. ബാറുകളിൽ സമയം പോയി, ഞാനെല്ലാം മറന്നു. രാത്രിയായപ്പോൾ ഞാനൊരു ബാറിൽ ഫിൻലൻഡുകാരനായ ഒരു അലക് എന്ന ആളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എബി ഒരു സുവിശേഷകനെ പോലൊന്നും ഇതില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലേക്ക് പോകുന്നതിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. മൈ മൂഡ് സ്വിങ്സ് കണ്ടിന്യൂഡ് ഫ്രം റിബല്യൻ അഗെയിൻസ്റ്റ് ഗോഡ് ടു ഹോപ്പ് ആൻഡ് ദെൻ ബാക്ക് അഗെയിൻ. വൺ ഡേ വൈൽ പ്രിറ്റി മോഡലിൻ I got a great idea. I figured it was time I did some religious investigation on my own hook. Remembering that Sam Schumacher's Calvary Church had a mission where Abbey's Oxford group of friends had lodged him. I thought I would go and see that they did down there. I left the subway at 4th Avenue and 23rd Street. It was a good long walk along 23rd Street, so I began stopping in bars. I spent most of the afternoon in the bars and forgot all about the mission. At nightfall, I found myself in excited conversation in a bar with a Finn named Alec. He said he had been a sailmaker and a fisherman in the old country. Somehow, the word fisherman clicked. I thought again of the mission. Over there, I would find fisher of men. Oddly enough, it seemed like a wonderful idea. അപ്പം അദ്ദേഹം ബിൽ ഡബ്ല്യു വീണ്ടും മദ്യപിച്ച് ഓരോ ബാറുകളിലൂടെ ഇങ്ങനെ മദ്യപിച്ച് വൈകുന്നേരങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് മുഴുവൻ സമയവും ബാറിലിരുന്നു. രാത്രിയായി. അവിടെ വെച്ചിട്ട് ഒരു ഫിൻലൻഡുകാരനായ അലക്ക് എന്ന അയാളുമായി സംഭാഷണം ഏർപ്പെട്ടിരിക്കുകയാണ്. അയാൾ പറഞ്ഞു താൻ നാട്ടിൻപുറത്ത് ഒരു മീൻപിടുത്തക്കാരനും ബോട്ട് നന്നാക്കാനുമാണെന്ന് അലക് പറഞ്ഞു. മീൻപിടുത്തക്കാരൻ എന്ന വാക്ക് എന്നിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ എൻ്റെ പദ്ധതിയെക്കുറിച്ച് ഓർത്തു. എനിക്ക് അവിടെ മനുഷ്യ മീനുകളെ കണ്ടെത്താം. വിചിത്രമെങ്കിലും ഇതൊരു അത്ഭുതകരമായ ആശയമായി തോന്നി. I saw Alec on coming along, and soon we really reeled in the front door of the mission. Tex Francisco, an ex-alky in charge, was right there to meet us. He not only ran the place, he proposed to run us out of it. This made us quite sore as we thought of our good intentions. ഞാൻ അലക്കിനെങ്കിൽ കൂട്ടി കാൽവരി മിഷന്റെ മുൻവാതിൽക്കലെത്തി. മുൻകുടിയനായ ടെക്സ് ഫ്രാൻസിസ്കോ അവിടെ ഞങ്ങൾ കാത്ത് മുൻവാതിലിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അവിടെ നിന്ന് ഓടിപ്പോയെന്ന് മാത്രമല്ല, ഞങ്ങളോട് സ്ഥലം വിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഞങ്ങളുടെ നല്ല ഉദ്ദേശത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഞങ്ങൾക്കത് സങ്കടകരമായി തോന്നി. Just then baby turned up, grinning. He said, "What about a plate of beans?" After the food, Alec and I had a slightly clearer heads. Abby told us there would be a meeting in the mission pretty soon. Would we like to go? Certainly we would go. That's why we were there. The three of us were soon sitting on one of those hard wooden benches that filled the place. I had never seen a mission before, and I shivered a little as I looked at the derelict audience. There was a smell of sweet and alcohol. I could well imagine how much suffering was represented in things gathering. ഒരു പൊട്ടൻ ചിരി ചിരിച്ചുകൊണ്ട് എബി അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു പ്ലേറ്റ് ബീൻസ് കഴിച്ചാലോ? എബി ഞങ്ങളോട് ചോദിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്കും മലക്കിനും തല അല്പം ക്ലിയർ ആയതുപോലെ തോന്നി. കാൽവരി മിഷനിൽ ഉടനെ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് എബി ഞങ്ങളോട് പറഞ്ഞു. നമുക്ക് അവിടെ പോകാം അല്ലേ?
തീർച്ചയായും അതിന് തന്നെയാണ് ഞങ്ങൾ വന്നത്. അവിടെ നിർത്തിയിട്ടിരുന്ന മരബെഞ്ചുകളിൽ ഒന്നിൽ ഞങ്ങൾ 3 പേരും ഇരുന്നു. ഞാൻ മെഷീനിൽ നേരത്തെ പോയിട്ടില്ല. എന്നെ ചെറുതായി വിറയ്ക്കുന്നുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട കേൾവിക്കാരെ ഞാൻ നോക്കി. മദ്യത്തിന്റെയും വെറുപ്പിന്റെയും ഗന്ധം വന്നു. എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് എത്രമാത്രം യാതന നിറഞ്ഞ ഒരു കൂട്ടങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ഹൗ മച്ച് സഫറിംഗ് വാസ് റെപ്രസെന്റഡ് ഇൻ ദിസ് ഗാദറിംഗ്. അപ്പോൾ തന്റെ ഭാവനയിൽ ആ എത്ര ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആ കൂട്ടമാണ് അവിടെ ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. There were some hymns and prayers, then texts. The leader exhorted us. Only Jesus could save, he said. Somehow, this statement did not jar me. Certain men got up and made testimonials. Numb as I was, I felt interest and excitement rising. Then came the call. Some men were starting forward to the rail. Unaccountably impelled, I started too, dragging Alec with me. Abby reached for my coattails, but it was too late. I knelt among the shaking penitents, maybe then and there, for the very first time. I was penitent too, sometimes touched me. I guess it was more than that. I was hit. I felt a wild impulse to talk. Jumping to my feet, I began. കുറച്ച് പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് ടെക്സ് ദ ലീഡർ ഞങ്ങൾ ഉപദേശിക്കാൻ തുടങ്ങി. യേശുവിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയൂ, അയാൾ പറഞ്ഞു. ആ പ്രസ്താവന കേട്ട് ഞാൻ കുലുങ്ങിയില്ല. ചിലർ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. മരവിച്ചിരുന്ന എനിക്ക് ജിജ്ഞാസയും താല്പര്യവും ജനിക്കുന്നതായി തോന്നി. പിന്നീട് ഒരു വിളി കേട്ടു. ചിലർ മുമ്പോട്ട് ചെന്ന് അഴികളിൽ പിടിക്കുന്നത് കണ്ടു. വിശദീകരിക്കാനാവാത്ത ഒരു ഉൾപ്രേരണയാൽ ഞാനും മുന്നോട്ട് പോയി. അലക്കനെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. എബി എന്നെ എന്നെ പിടിക്കാനാഞ്ഞു. പക്ഷെ വൈകിപ്പോയിരിക്കുന്നു. എൻ്റെ കോട്ടിൻ്റെ തുമ്പത്ത് പോലും അവന് പിടുത്തം കിട്ടിയില്ല. അനുദപിക്കുന്നവരോടൊപ്പം ഞാനും മുട്ടുകുത്തി നിന്നു. ഒരു പക്ഷേ ആദ്യമായി ഞാൻ അനുദപിക്കുന്ന ഒരാളെ എന്തോ എന്നെ സ്പർശിച്ചു. അതൊന്നിലധികം എന്തോ എന്നെ സ്പർശിച്ചു. അത് അധികമാണ്. എനിക്ക് പ്രഹരമേറ്റിരിക്കുന്നു. എനിക്ക് സംസാരിക്കാനായി വന്യമാരെ ആഗ്രഹമുണ്ടായി. ഞാൻ ചാടി എഴുന്നേറ്റ് അത് ആരംഭിച്ചു. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നേയില്ല. After I could never remember that I said. I only knew that I was really in earnest and that people seemed to pay attention. Abby, who at first had been embarrassed to death, told me with relief that I had done all right and had given my life to God. ഞാൻ ചാടി എഴുന്നേറ്റ് നടത്തം ആരംഭിച്ചു. ഞാൻ എന്താണ് അവിടെ പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നതില്ല. ഞാൻ സത്യസന്ധമായിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് ആളുകൾ എന്നെ ശ്രദ്ധിച്ചു. എബി ആദ്യം അമ്പരന്നെങ്കിലും പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞതൊക്കെ പിന്നീട് ബേബി എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞതൊക്കെ നന്നായിരുന്നെന്നും എന്നെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. Upstairs after the meetings, I saw that dormitory where the derelicts slept. I met a few who had made good recoveries. Some were living at the mission, working outside by day. Eagerly I listened to their stories. I sobered up very fast, and the dead weight on me seemed to go on lifting. With a column, I remembered Louise. I had not found her, and she would be worried. I must tell her all about this. It was good to hear her sigh of relief at the other end of the wire. മീറ്റിംഗിന് ശേഷം മുകളിൽ ഡോർമെറ്ററിയിൽ ഞാൻ തിരസ്കരിക്കപ്പെട്ടവരെ കണ്ടു. സുഖം പ്രാപിച്ച ചിലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലർ പുറത്ത് ജോലി ചെയ്ത് അവിടെ താമസിക്കുകയായിരുന്നു. ഞാൻ ആകാംക്ഷയോടെ അവരുടെ കഥകൾ കേട്ടു. ഞാൻ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതായി തോന്നി. തലയിലെ ഭാരം കുറയുന്നതായും. ഞാൻ പശ്ചാത്താപത്തോടെ ലൂയിസിനെ ഓർത്തു. ഞാൻ അവർക്ക് ഫോൺ ചെയ്തിരുന്നില്ല. അവൾ വ്യാകുലപ്പെടുന്നുണ്ടാകും. അവളോട് ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അങ്ങേ തലയ്ക്കൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ കേൾക്കുന്നത് നല്ലതാണ്. Slowly and quite confidently, I made my way up 23rd Street to the subway. As I went down the stairs, it was startling to realize that I hadn't thought of looking up in any of the bars. This was something new, very new. Had I too been released? അപ്പോൾ അങ്ങേ തലയ്ക്കൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പുകൾ കേൾക്കുന്നത് നല്ലതാണ്. സാവധാനത്തിൽ ആത്മവിശ്വാസത്തോടെ ഞാൻ ഒരു 23-ാം സ്ട്രീറ്റിൽ നിന്ന് സബ്വേയിലേക്ക് പോയി.
പടികൾ ഇറങ്ങിയപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒരു ബാറിലേക്ക് ഞാൻ നോക്കിയതില്ല. ഇതിൽ പുതുമയുണ്ട്, ഏറെ പുതുമയുണ്ട്. ഞാനും സ്വതന്ത്രനാകപ്പെട്ടോ. Before going to bed, Louis and I had a long talk. There was hope in every word, without an ounce of gin. I slept like a child. I was due for a terrible hangover the next morning, but I had almost none at all. Yet the small hangover was my undoing once more. I felt I would be more comfortable watching the sun come up if I had a drink, just one or two maybe. Saying nothing to Louise, I took a abroad, couple board and followed them up with the mouthwash. She noticed nothing and I felt fine. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനും ലൂയിസും ദീർഘമായി സംസാരിച്ചു. ഓരോ വാക്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരൗൺസ് ജിന്നു പോലും കഴിക്കാതെ ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ അവിടെ ഉറങ്ങി. അടുത്ത പ്രഭാതത്തിൽ ഞാനൊരു കടുത്ത ഹാങ് ഓവർ പ്രതീക്ഷിച്ചു. പക്ഷെ അത് ഒന്നും ഉണ്ടായില്ല. വെറുതെ ഇരുന്നതായിരുന്നു ഒരു ചെറിയ ഹാങ് ഓവർ. അല്പം കഴിച്ചാൽ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ ഒരു രസമുണ്ടെന്ന് എനിക്ക് തോന്നി. ഒന്നോ രണ്ടോ കഴിച്ചാൽ നല്ല രസമുണ്ടാകും. ലൂയിസിനോട് ഒന്നും പറഞ്ഞില്ല. 2 എണ്ണം കഴിച്ചു. മൗത്ത് വാഷ് ഇട്ട് വാ കഴുകുകയും ചെയ്തു. അവളൊന്നും ശ്രദ്ധിച്ചില്ല. എനിക്ക് നല്ല സുഖം തോന്നി. അവൾ പോയി കഴിഞ്ഞപ്പോൾ ഹാങ് ഓവർ രൂക്ഷമായി. അത് അവസാനത്തേതാകട്ടെ സാധാരണ നീതീകരണം തന്നെ. ഞാൻ അതിനെ നിസ്സാരവൽക്കരിച്ചു. പതിവ് പോലെ തീർച്ചയായും ഞാൻ നിസ്സാരമായി കണ്ടു. 6 മണിക്ക് ഞാൻ മുകളിൽ പൂസായി കിടക്കുന്നതാണ് പിന്നീട് ലൂയിസ് കണ്ടത്. After she felt for work, after she left for work, the hangover got very troublesome again. This was to be the last one. Rationalizing as usual, I felt justified in tempering off. As always, of course, I tapered on instead of, and at 6 o'clock, poor Louis found me upstairs on the bed, dead drunk. 6 മണിക്ക് ലൂയിസ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ബിൽഡബ്ല്യുവിനെ വീണ്ടും പൂസായിട്ടാണ് കണ്ടത്. ആ ഹാങ് ഓവറിൽ വീണ്ടും അദ്ദേഹം കുടിച്ചു. Yes, I had been some kind of light, and although I drank on for 3 days, I kept pondering that mission experience. Sometimes it seemed real, then again I would brush it away, charging it off to an alcohol-fired imagination. ഞാൻ ഞാൻ അല്പം വെളിച്ചം കണ്ടിട്ടുണ്ട്. 3 ദിവസത്തേക്ക് കുടി തന്നെയായിരുന്നു. പക്ഷേ ആ കാൽവരി സംഘത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നും. പിന്നീട് അത് മറന്നു കളയും. ഒരു മദ്യാസക്തന്റെ സ്വപ്നം പോലെ. On the morning of the third day, my wandering thoughts gathered into a sharp focus. I remember comparing myself to a cancer victim. അപ്പോൾ അതായത് I had been some kind of light, and although I drank on for 3 days, I kept pondering that mission experience. Sometimes it seemed real, then again I would brush it away, charging it off to an alcohol-fired imagination. അപ്പോൾ ഞാൻ അല്പം വെളിച്ചം കണ്ടിട്ടുണ്ട്. 3 ദിവസത്തേക്ക് കുടി തന്നെയായിരുന്നു. പക്ഷേ ആ കാൽവരി സംഘത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ അത് യഥാർത്ഥമാണെന്ന് തോന്നും. പിന്നീട് അത് മറന്നു കളയും. ഒരു മദ്യാസക്തന്റെ സ്വപ്നം പോലെ തന്നെ. On the morning of the third day, in my wandering thoughts gathered into a sharp focus, I remember comparing myself to a cancer victim. If I had cancer, I would do anything to get well. Would I not? Yes, anything, whatever. Would I sit home and put cold cream on the affected parts? No, of course not. What would I do? I would head for the best physician in the business and beg him to destroy or cut away those consuming cells. I would have to depend on him, my God of medicine, to save me. My dependence would be absolute for myself. I could do nothing. 3-ാം ദിവസം രാവിലെ എൻ്റെ ചിന്തകൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു. ഞാൻ എന്നെ ഒരു ക്യാൻസർ രോഗിയോട് താരതമ്യം ചെയ്തു. എനിക്ക് ക്യാൻസർ ആണെങ്കിൽ സുഖപ്പെടാനായി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? അതെ, ചെയ്യാതിരിക്കുമോ? അതെ, എന്തെങ്കിലും ചെയ്യും. അല്ലാതെ വല്ല ബാമും പുരട്ടി വീട്ടിലിരിക്കുമോ? ഒരിക്കലുമില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാനും ഏറ്റവും നല്ല ഡോക്ടറെ കണ്ടെത്തി ക്യാൻസർ ബാധിച്ച ഭാഗങ്ങൾ മുറിച്ചു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യും.
ഞാൻ അയാളെ ആശ്രയിക്കേണ്ടി വരും, മരുന്നുകളുടെ ദൈവത്തെ എന്നെ രക്ഷിക്കാൻ. എനിക്കൊന്നും സാധ്യമല്ല, അതിനാൽ എൻ്റെ ആശ്രയത്വം പൂർണ്ണമായിരിക്കും. My dependence would be absolute. For myself, I could do nothing. എനിക്കൊന്നിനും ഒന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ അത് പൂർണ്ണമായും ആശ്രയിക്കും. ആൽക്കഹോളിസം നോട്ട് ക്യാൻസർ വാസ് മൈ ഇൽനസ്, ബട്ട് വാട്ട് വാസ് ദ ഡിഫറൻസ്? വാട്ട് വാസ് നോട്ട് ആൽക്കഹോളിസം ഓൾസോ എ കൺസ്യൂമർ ഓഫ് body and mind? Alcoholism took longer to do its killing, but the result was the same. So if there was a great physician who could cure the alcoholic sickness, I had better seek him now at once. I had better find what way my friends had found. Would I, like the cancer sufferer, do anything to get well? If getting well required me to pray at high noon in the public square with the other sufferers, would I swallow my pride and to that? Maybe I would. Meanwhile, though, I would go back to town hospitals where Dr. Silkortand would sober me up again. Then I could look clear-eyed at AB's formula for sobriety. Perhaps I would not need an conversion, emotional conversion. Maybe a conservative doubter like me could get by without anything like that. Anyhow, I started for the hospital. മദ്യാസക്തിയാണ് എൻ്റെ രോഗം, ക്യാൻസർ അല്ല അത്. പക്ഷേ എന്താണ് വ്യത്യാസം? മദ്യാസക്തിയും ശരീരത്തെയും മനസ്സിനെയും കാർന്നു തിന്നുകയല്ലേ. മദ്യാസക്തി കൂടുതൽ സമയമെടുക്കുന്നു. ഈ കൊലയ്ക്ക് ഫലം ഒന്ന് തന്നെയല്ലേ. മദ്യാസക്തി എന്ന രോഗത്തെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയ വൈദ്യനുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. ക്യാൻസർ രോഗിയെപ്പോലെ സുഖപ്പെടാനായി ഞാനും എന്തെങ്കിലും ചെയ്യേണ്ടതില്ലേ? സുഖപ്പെടുവാനായി നട്ടുച്ചയ്ക്ക് പരസ്യമായി മറ്റുള്ളവരോടൊത്ത് പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഹങ്കാരം കളഞ്ഞ് അത് ചെയ്യേണ്ടതില്ലേ? അതേസമയം ഞാൻ ടൗൺസ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ സിൽക്കോർത്തിനെ കൊണ്ട് വീണ്ടും എന്നെ സുബോധവാനാക്കേണ്ടതുണ്ട്. എനിഹോ ഷട്ടർ ഫോർ ദ ഹോസ്പിറ്റൽ, സുബോധവാനാക്കേണ്ടതുണ്ട്. എന്നാൽ എനിക്ക് തെളിഞ്ഞ കണ്ണുകളോടെ എബിയുടെ സുബോധത്തിലേക്കുള്ള എന്നാൽ എനിക്ക് തെളിഞ്ഞ കണ്ണുകളോടെ എബിയുടെ സുബോധത്തിലേക്കുള്ള ഫോർമുല കാണാനാകും. ഒരുപക്ഷെ എനിക്കൊരു വൈകാരിക മാറ്റം ആവശ്യമില്ലായിരിക്കാം. ഒരുപക്ഷെ എന്നെ പോലെ ഒരു യാഥാസ്ഥിതിക സംശയക്കാരന് ഇതൊന്നും ആവശ്യമില്ലായിരിക്കാം. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ഐ സ്റ്റാർട്ടഡ് ഫോർ ദ ഹോസ്പിറ്റൽ. വാക്കിംഗ് അപ്പ് ക്ലിന്റൺ സ്ട്രീറ്റ് ഓൺ ദ സബ്വേ Walking up Clinton Street to the subway, I fished 6 cents out of my pocket. A nickel would get me to the hospital, but hadn't I forgotten something? Here I was on my way to be cured. Typical alcoholic, but I figured I might will be be comfortable until the hospital took over. So I stepped into a grocery store where I had a slim credit. I remember explaining to the clerk that I was an alcoholic on my way to be cured. Could I have 4 bottles of beer on the cuff? എന്നാൽ എനിക്ക് തെളിഞ്ഞ കണ്ണുകളോടെ എബിയുടെ സുബോധം. അപ്പോൾ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ക്ലിന്റൺ സ്ട്രീറ്റിൽ നിന്ന് സബ്വേയിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ കീശയിൽ നിന്ന് 6 സെന്റ് തപ്പിയെടുത്തു. ഹോസ്പിറ്റലിൽ എത്താൻ ഒരു നിക്കൽ മതി. പക്ഷെ ഞാൻ എന്തോ മറന്നില്ലേ. ഞാൻ സുഖപ്പെടാനുള്ള വഴിയിലാണ്. ഞാനൊരു പ്രത്യേക മദ്യാസക്തനാണ്. ഞാൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും സ്വസ്ഥനായിരിക്കണം. ഞാനൊരു കടയിലേക്ക് കയറി. അവിടെ എനിക്ക് ചില്ലറ കടം കിട്ടും. ക്ലർക്കിനോട് പറയുന്നത് ഞാൻ ഓർക്കുന്നു. ഒരു കുപ്പി ഞാൻ കടം മേടിച്ചു. 5 കുപ്പി ബിയർ കടം മേടിച്ചു. അതിനുശേഷം ഒരു കുപ്പി ഞാൻ തെരുവിൽ നിന്ന് തന്നെ കുടിച്ചു. 1 സബ്വേയിലും കുടിച്ചു. എൻ്റെ ചേതന ഉണർന്നു. 1 ഞാനൊരു യാത്രക്കാരന് നൽകി. അയാൾ അത് നിരസിച്ചു. അത് ഞാൻ ഹോസ്പിറ്റലിനടുത്തുള്ള സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ വെച്ച് കാലിയാക്കി. അവസാനത്തെ കുപ്പിയും കയ്യിൽ പിടിച്ച് ഞാൻ ടൗൺ ഹോസ്പിറ്റലിലേക്ക് കയറി. ഡോക്ടർ സിൽക്കോർത്ത് എന്നെ ഹാളിൽ സ്വീകരിച്ചു. Could I have 4 bottles of beer on the cuff? അപ്പോൾ 4 ബോട്ടിലാണ് മേടിച്ചത്. I drank 1 bottle on the street and 1 in the subway. My spirits rose as I offered the third to a passenger. He turned down my refreshment, so I drained that bottle on the station platform near the hospital. Holding the last bottle by the neck, I walked into towns where Dr. Silkworth met me in the hall. അപ്പോൾ
എൻ്റെ ഒന്ന് ഞാൻ യാത്രക്കാരനെ നൽകി, അയാളെ നിരസിച്ചു. ഒരു കുപ്പി തെരുവിൽ വെച്ച് കുടിച്ചു, ഒരു കുപ്പി സഭയിലും അതായത് ട്രെയിനിൽ വെച്ച് കുടിച്ചു. പിന്നീട് ഒരാൾക്ക് യാത്രക്കാരന് ഒരു കുപ്പി നൽകി, പക്ഷേ അയാളെ നിരസിച്ചു. അത് ഹോസ്പിറ്റലിന് അടുത്തുള്ള സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ കാലിയാക്കി. അവസാനത്തെ കുപ്പിയും കയ്യിൽ പിടിച്ച് ഞാൻ ടൗൺസ് ഹോസ്പിറ്റലിൽ കയറി. ഡോക്ടർ സിൽക്വർത്ത് എന്നെ ഹാളിൽ വെച്ച് കണ്ടു, സ്വീകരിച്ചു. Now in very high spirits, I waved the bottle and shouted, "At last, doctor, I have found something." Even through my haze, I could see the good old man's face fall. I now know how much he loved me. The fresh outbursts really hurt him. I tried to explain the new thing I thought I had found. He looked at me, shaking his head, and after a while he quietly said, "Well, my boy, isn't it time you went upstairs and went to bed?" അത്യുത്സാഹത്തോടെ കുപ്പി ഉയർത്തിക്കാട്ടി ഡോക്ടറോട് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവസാനം ഡോക്ടർ, ഞാൻ എന്തോ കണ്ടെത്തിയിരിക്കുന്നു. മങ്ങിയ കാഴ്ചയിലും അദ്ദേഹത്തിന്റെ മുഖം വാടുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. ഒരു പുതിയ പ്രകടനം എന്നെ വേദനിപ്പിച്ചു. ഞാൻ ഒരു പുതിയതായി കണ്ടെത്തിയ കാര്യം അദ്ദേഹത്തോട് വിശദീകരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം എന്നെ നോക്കി തലയാട്ടി ശാന്തനായി പറഞ്ഞു, "കൊള്ളാം കുട്ടി, മുകളിൽ പോയി ബെഡിൽ കിടക്കാൻ സമയമായില്ലേ?" I was not in too awful a condition. In 3 or 4 days, I was free of water. Little sedative they gave me, but I was very depressed. I was still choking on the God business. Bright and early one morning, friend AB showed up and stood in the doorway, smiling broadly. I didn't see that what was so funny. Then I had a suspicion. Maybe this is the day he is going to evangelize me. Maybe he is going to pour on the sweetness and light. But no, he made me wait until I asked him, "Well," said I, "what is your neat little formula once more?" In perfectly good humor, he handed it out again. "You admit you are licked. You get honest with yourself. You talk it out with somebody else. You make restitutions to the people you have harmed. You try to give of yourself without a stint, with no demand for reward. And you pray to whatever God you think there is, even as an experiment." It was as simple and yet mysterious as that. After some small talk, he was gone. എൻ്റെ സ്ഥിതി അത്ര മോശമായിരുന്നില്ല. 3-4 ദിവസത്തേക്ക് എനിക്ക് ചെറിയ അളവിൽ മയക്കുമരുന്നുകൾ നൽകി. ഞാൻ നിരാശനായിരുന്നു. ഞാൻ എപ്പോഴും ആ ദൈവത്തിൻ്റെ ഏർപ്പാടിൽ വല്ലാതെ വീർപ്പുമുട്ടുകയായിരുന്നു. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ വിശാലമായി ചിരിച്ചുകൊണ്ട് എബി വാതിൽക്കൽ വന്നു നിന്നു. എനിക്കതത്ര തമാശയായി തോന്നിയില്ല. എനിക്കൊരു സംശയം തോന്നി. ഇന്ന് അയാൾ എന്നെ മാനസാന്തരപ്പെടുത്താൻ പോകുകയാകും. എൻ്റെ മേൽ പ്രകാശം ചൊരിയാൻ പോകുകയാകും. അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയും. പക്ഷേ അല്ല, ഞാൻ ചോദിക്കുന്നതുവരെ അദ്ദേഹം കാത്തുനിന്നു. അദ്ദേഹം പറഞ്ഞു, "കൊള്ളാം. എന്താണ് ശുദ്ധമായ നിങ്ങളുടെ ആ ഫോർമുല? ഞാൻ തോറ്റുപോയി എന്ന് നിങ്ങൾ ഞാൻ തോറ്റുപോയി എന്ന് നിങ്ങൾ സമ്മതിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധനാകേണ്ടതുണ്ട്. നിങ്ങൾ ഇത് മറ്റാരോടെങ്കിലും പറയുക. നിങ്ങൾ ഉപദ്രവിച്ചവരോട് പരിഹാരം ചെയ്യുക. നിങ്ങൾ നിങ്ങളെ മടിയില്ലാതെ വിട്ടു നൽകുക, പ്രതിഫലമോ ബന്ധനമോ ഇല്ലാതെ തന്നെ. ഒരു പരീക്ഷണാർത്ഥമെങ്കിലും നിങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക." ഇത് ലളിതവും എന്നാൽ നിഗൂഢവുമായിരുന്നു. അല്പം സംസാരിച്ച ശേഷം അദ്ദേഹം സ്ഥലം വിട്ടു. My depression deepened unbelievably, and finally it seemed to me as though I were at the very bottom of the pit. I still gagged badly on the notion of a power greater than myself, but finally, just for the moment, the last vestige of my proud obstinacy was crushed. All at once, I found myself crying out, "If there is God, let him now show himself. I am ready to do anything." അസഹനീയമാം വിധം ഞാൻ നിരാശനായി. കുഴിയുടെ ഏറ്റവും അടിയിലാണെന്ന് ഞാനന്ന് തോന്നി. എന്നേക്കാൾ വലിയൊരു ശക്തി എന്ന ആശയത്തിനെതിരെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരു നിമിഷം എൻ്റെ മർക്കടമുഷ്ടിയുടെ അവസാന അംശവും തകർന്ന തരിപ്പണമായി. പെട്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, "ദൈവമുണ്ടെങ്കിൽ അവൻ പ്രത്യക്ഷപ്പെടട്ടെ. എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എന്തും ഞാൻ ചെയ്യും." Suddenly the room lit up with a great white light. I was caught up into an ecstasy which there are no words to describe. It seemed to me, in the mind's eye, that I was on a mountain, and that a wind, not of air but of spirit, was blowing. And then it burst upon me that I was a free man. Slowly the ecstasy subsided. I lay on the bed,
but now for a time I was in another world, a new world of consciousness, all about me and through me. There was a wonderful feeling of presence. And all about me and throughout me was a wonderful feeling of presence. And I thought of myself, so this is the God of the preachers, a great peace stole over me. And I thought, no matter how wrong with things seems to me, they are still all right. Things are all right with the God and His world. ദൈവമുണ്ടെങ്കിൽ അവൻ പ്രത്യക്ഷപ്പെടട്ടെ, എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഞാൻ എന്തും ചെയ്യും. പെട്ടെന്ന് റൂമിൽ ഒരു വെളുത്ത പ്രകാശം പരന്നു. ഞാനൊരു നിർവൃതിയിലാണ്ടു. വാക്കുകൾ കൊണ്ടത് പറയാനാകില്ല. മനസ്സിന്റെ കണ്ണിലാണതെന്ന് തോന്നുന്നു. ഞാനൊരു മലയുടെ മുകളിലെയാണ്. അടി കാറ്റടിക്കുന്ന ഒച്ച കേൾക്കാം. കാറ്റിന്റെ ഒച്ച കേൾക്കാം. വളരെ ചൈതന്യമാണ്. അതെന്റെ മേൽ ചൊരിഞ്ഞു. ഞാൻ സ്വതന്ത്രനാക്കപ്പെട്ടു. സാവധാനത്തിൽ ആ ചൈതന്യം നിലച്ചു. ഞാൻ കട്ടിലിൽ കിടന്നു. പക്ഷെ ഞാൻ മറ്റൊരു ലോകത്തിലായിരുന്നു. പുതിയ അറിവിന്റെ മറ്റൊരു ലോകത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ തന്നെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടു. എനിക്ക് തന്നെ തോന്നി ഇതാണ് ദൈവത്തിന്റെ പ്രഭാഷകർ. ഒരു അസാധാരണ സമാധാനം എനിക്ക് അനുഭവപ്പെട്ടു. എനിക്ക് തോന്നിയ കാര്യങ്ങൾ എത്ര തെറ്റായി തോന്നിയാലും അവയൊക്കെ ശരി തന്നെയാണ്. ദൈവത്തിന്റെ ലോകത്തിൽ എല്ലാം ശരിയാണ്. Then, little by little, I began to be frightened. My modern education crawled back and said to me, "You are hallucinating. You had better get the doctor." Dr. Sulkor asked me a lot of questions. After a while, he said, "No, Bill, you are not crazy. There has been some basic psychological or spiritual event here. I have read about these things in the books. Sometimes spiritual experience to release people from alcoholism. Immensely relieved, I fell again to wondering what actually had happened. എനിക്ക് സാവധാനത്തിൽ പേടിയാകാൻ തുടങ്ങി. എൻ്റെ ആധുനിക വിദ്യാഭ്യാസം എന്നെ പിന്തുടരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നിനക്ക് മതിഭ്രമമാണ്, നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ഡോക്ടർ സിൽക്കോർത്ത് എന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു, അല്ല ബിൽ, നിങ്ങൾക്ക് ഭ്രാന്തല്ല. മനഃശാസ്ത്രപരമായോ ആത്മീയമായോ എന്തോ ചില അടിസ്ഥാന സംഭവങ്ങൾ ഇവിടെയുണ്ട്. ഞാനത് പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആത്മീയ അനുഭവങ്ങൾ ആളുകളെ മദ്യാസക്തിയിൽ നിന്ന് വിടുവിപ്പിക്കും. വലിയ ആശ്വാസം തോന്നി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. അടുത്ത പേജ് 64. More light on this came the next day. It was Abby, I think, who brought me a copy of William James' Variety of Religious Experience. It was rather a difficult reading for me, but I devoured it from cover to cover. Spiritual experience, James thought, could have objective reality, almost like gifts from the blue. They could transform people. Some were sudden brilliant illuminations. Others came on very gradually. Some flowed out of religious channels. Others did not. But nearly all had the great common denominators of pain, suffering, calamity, complete hopelessness, and deflation. At a depth were almost always required to make the recipient ready. The significance of all this bears upon me. Deflation at a depth. Yes, that was it. Exactly that had happened to me. Dr. Galjang had told an Oxford group friend of Abby's how hopeless his alcoholism was, and Dr. Silkworth had passed the same sentence upon me. Then Abby, also an alcoholic, had handed me the identical dose. On Dr. Silkworth says so alone, maybe I would never have completely accepted the verdict. But when Abby came along and one alcoholic began to talk to another, that clinched it. അപ്പോൾ ഓരോ ഏകൾക്കും അവരുടെ, അപ്പോൾ അതൊരു ഫുട് നോട്ടായിട്ട് കൊടുത്തതാണ്. ഓരോ ഏകൾക്കും അവരിൽ മനോഭാവത്തിലും കാഴ്ചപ്പാടിലും മാറ്റമുണ്ടാകുന്ന വിധം ആത്മീയമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം അനുഭവങ്ങൾ സാവധാനത്തിൽ നടക്കുന്ന ഒരു മാറ്റമാണ്. ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ ബില്ലിനെ പോലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു തരം ആത്മീയ അനുഭവമാണ്. ഫലത്തിൽ സാവധാനത്തിലും സത്വരമായും കാണുന്ന ഈ വെളിച്ചം
സവിശേഷമായ ആത്മീയ അനുഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് പേജിലേക്ക് പോകാം. 64-ാമത്തെ പേജ് ആദ്യത്തെ പാരഗ്രാഫിൽ ഞാൻ വായിച്ചു. അതിൻ്റെ ഇംഗ്ലീഷ് മലയാളം ഞാൻ വായിക്കാം. അടുത്ത ദിവസം കൂടുതൽ വെളിച്ചം ലഭിച്ചു. വില്യം ജെയിംസിന്റെ വെറൈറ്റീസ് ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന പുസ്തകം വന്നു തന്നത് എബിയാണെന്ന് എനിക്ക് തോന്നുന്നു. വായന എനിക്ക് എളുപ്പമായിരുന്നില്ല, പക്ഷെ ഞാനത് ആർത്തിയോടെ വായിച്ചു തീർത്തു. ആത്മീയ അനുഭവങ്ങൾ ജെയിംസിന്റെ അഭിപ്രായത്തിൽ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. വാനിൽ നിന്നുള്ള സമ്മാനം പോലെയാണ്. അതിന് മനുഷ്യനെ മാറ്റാനാകും. ചിലത് പെട്ടെന്ന് പ്രകാശമാനമാകും, ചിലത് വളരെ സാവധാനത്തിലും. ചിലത് മതത്തിന്റെ വഴിയിൽ വരും, മറ്റു ചിലത് അങ്ങനെയല്ല. പക്ഷെ എല്ലാത്തിനും പൊതുവായ ഒരു കാര്യമുണ്ട്: വേദനയും സഹനങ്ങളും നാശനഷ്ടങ്ങളും പരിപൂർണ പരാജയവും ആഴത്തിലുള്ള ശിഥിലീകരണം. അതായിരുന്നു യഥാർത്ഥത്തിൽ അതാണ് എനിക്ക് സംഭവിച്ചത്. എത്ര പ്രതീക്ഷയറ്റതാണ് മദ്യാസക്തി എന്ന് എബിയുടെ സുഹൃത്തിനോട് കാൾ ജുങ് പറഞ്ഞത് തന്നെയായിരുന്നു. എത്ര പ്രതീക്ഷയറ്റതാണ് മദ്യാസക്തി എന്ന് എബിയുടെ സുഹൃത്തിനോട് കാൾ ജുങ് പറഞ്ഞത് തന്നെയായിരുന്നു ഡോക്ടർ സിൽക്കോർത്ത് എന്നോട് പറഞ്ഞതും. എബി ഒരു മദ്യാസക്തനായിരുന്നു. അതെ, ഡോസ് തന്നെയാണ് എനിക്ക് തന്നതും. ഡോക്ടർ സിൽക്കോർത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഫലമുണ്ടായിരുന്നില്ല. ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തനോട് പറഞ്ഞപ്പോൾ അതേറ്റു. ദാറ്റ് ക്ലിഞ്ച്ഡ് ഇറ്റ്. അതേറ്റു. അപ്പോൾ കാൾ ജുങ് എന്ന് പറഞ്ഞത് ഡോക്ടർ കാൾ ജുങ് റോളണ്ട് ഹസാറിനോട് പറഞ്ഞതിന് ശേഷം റോളണ്ട് ഹസാറാണ് എബിനെ രക്ഷിക്കാനായി ജയിലിൽ പോകുന്നത്. അപ്പോൾ അതാണ് ആ ഭാഗം ബിൽഡബ്ല്യൂ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ സിൽക്കോർത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, പക്ഷെ എബിയുടെ മാറ്റവും അദ്ദേഹത്തിന് പെട്ടെന്ന് മാറ്റം വരുത്തി. മൈ തോട്ട്സ് ബിഗാൻ ടു റൈസ് ആസ് ഐ envisioned a chain reactions among alcohols, one carrying this message and these principles to the next. More than I could never want anything else. I now knew that I wanted to work with other alcoholics. എൻ്റെ ചിന്തകൾ ഉണർന്നു. സംഭവങ്ങളുടെ പരമ്പര ഞാൻ ദർശിച്ചു. ഒരു മദ്യാസക്തൻ മറ്റൊരാൾക്ക് ഈ സന്ദേശം നൽകുന്നു. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ടിയിരുന്നില്ല. ഞാൻ മദ്യാസക്തരോടൊപ്പം പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. As soon as I was discharged from the hospital, I associated myself with the Oxford groups. We worked at Sam Schumacher's Calvary Mission and also at Towns Hospital. We came to live with Louis and me in Brooklyn. I started out after drugs on jet propulsion. ഞാൻ ആശുപത്രി വിട്ട ഉടനെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലുള്ളവരുമായി ചേർന്നു. സാം ഷുമാക്കറുടെ കാൽവരി മിഷനിലും ടൗൺ ഹോസ്പിറ്റലിലും പ്രവർത്തിച്ചു. എബി എന്നോടും ലൂയിസിനോടും ഒപ്പം ബ്രൂക്ലിനിൽ വന്ന് താമസിച്ചു. ഞാനൊരു ജെറ്റ് യന്ത്രം പോലെ കുടിയന്മാരുടെ പുറകെ പോയി. പെട്ടെന്നുണ്ടായ എൻ്റെ ആത്മീയ ഉണർവിന് അതിൻ്റെതായ ന്യൂനതകളും ഉണ്ടായിരുന്നു. Ebi came to visit. We worked Sam Schumacher Calvary Mission and also at Norwood. Ebi came to live with Louis and me in Brooklyn. I started out for drugs on jet propulsions. ഞാനൊരു ജെറ്റ് യന്ത്രം പോലെ കുടിയന്മാരുടെ പുറകെ പോയി. My sudden spiritual experience, however, had its disadvantages. I was soon heard to say that I was going to fix up all the drugs in the world, even though the batting average on them had been virtually nil for the last 5,000 years. The Oxford groupers had tried hard, mostly failed, and were fed up. Sam Schumacher, in fact, had just had a run of bad luck. He had housed a batch of drunks in an apartment near his church, and one of them still resisting salvation had peevishly thrown a shoe through a fine stained glass window in Sam's church. അപ്പോൾ ബിൽഡബ്ല്യൂ ഒരു ജെറ്റ് യന്ത്രം പോലെ കുടിയന്മാരുടെ പുറകെ പോയി. പെട്ടെന്നുണ്ടായ എൻ്റെ ഈ ആത്മീയ ഉണർവിന് അതിൻ്റെതായ ന്യൂനതകളുണ്ടായിരുന്നു. കഴിഞ്ഞ 5000 വർഷങ്ങളായി കാര്യമായി ഫലമൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിലും ഞാൻ ലോകത്തിലുള്ള സർവ്വ കുടിയന്മാരെ നന്നാക്കാനായി പുറപ്പെട്ടിരിക്കുന്നു. എന്നാണ് ഞാൻ കേട്ടത്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാർ പരിശ്രമിച്ചെങ്കിലും മിക്കവാറും പരാജയമായിരുന്നു ഫലം. സാം ഷുമാക്കറിന് മദ്യാസക്തരെ സഹായിച്ചതിനാൽ വളരെ മോശം കാലമായിരുന്നു അത്. അദ്ദേഹം പള്ളിക്കടുത്തുള്ള കെട്ടിടത്തിൽ കുറെ കുടിയന്മാരെ താമസിപ്പിച്ചിട്ടുണ്ട്. രക്ഷപ്പെടാൻ കൂട്ടാക്കാത്ത ഒരാൾ ഒരു ദിവസം സാമിന്റെ പള്ളിയിലേക്ക് ജനലിൽ കൂടി ഒരു ഷൂ വലിച്ചെറിഞ്ഞു. No wonder my Oxford group friends felt 65ാമത്തെ പേജിലാണ്. No wonder my Oxford group friends felt that I had better forgot about alcoholics, but I was still
mighty cocksure, and I ignored their advice. Mine was a kind of twin engine power drive consisting of one part of genuine spirituality and one part of my old desire to be a number one man. This poster didn't pan out well at all. At the end of 6 months, nobody had sobered up, and believe me, I had tried them by the score. They would clear up for a little while and then flop dismally. Naturally, the Oxford groupers became very cool indeed toward my drunk fixing. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ എൻ്റെ സുഹൃത്തുക്കൾ കുടിയന്മാരെ മറന്നേക്കൂ എന്ന് പറഞ്ഞതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ അവരുടെ ഉപദേശം ഞാൻ പാടെ നിരസിച്ചു. എൻ്റേതൊരു ഇരട്ട എഞ്ചിൻ ആത്മീയതയായിരുന്നു. ഒന്ന്, ഞാൻ ഒന്നാമകനാകാനുള്ള എൻ്റെ പഴയ ആഗ്രഹം. ഈ സ്ഥിതി അത്ര നന്നായി പോയില്ല. 6 മാസത്തിൽ ആരും സുഖപ്രാപ്തിയിലെത്തിയില്ല. പക്ഷേ എന്നെ വിശ്വസിക്കൂ, ഞാൻ ഡസൻ കണക്കിന് ആളുകളെ സമീപിച്ചു. കുറച്ചു കാലത്തേക്ക് അവർ ശരിയാകും, പിന്നീട് വീണുപോകും. ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാർ എൻ്റെ കുടിനിർത്തൽ പരിപാടി തണുപ്പൻ മട്ടിൽ കണ്ടു. Louis, meanwhile, was still working in the department store, and folks were beginning to say, "Is this fellow Bill going to be a missionary for life? Why doesn't he go to work?" Even to me, this began to look like a good idea. I began to hang around Wall Street again, and through a chance acquaintance I had scrapped up in a brokerage shop, I insinuated myself into a proxy row that involved the control of a little machine tool company in Akron, Ohio. In May of 1935, a party of us went out to Akron, fighting for control of the company. I could already see myself as its own new president, but when the chips were down, the other side had more proxies and our side got licked. My newfound acquaintances were discouraged, and they left me in Akron's Mayflower Hotel with only about $10 in my pocket. ഞാൻ വാൾ സ്ട്രീറ്റിൽ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി. ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഒരു പരിചയം വെച്ച് ഒരു ബ്രോക്കറേജ് ഷോപ്പിൽ കയറി പറ്റി. ഒരു പ്രോക്സി നിരയിൽ നുഴഞ്ഞു കയറിയ ഒഹായോ അക്രോണിലെ ഒരു മെഷീൻ ടൂൾ കമ്പനിയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ പടവെട്ടുകയും ചെയ്തു. ആ കമ്പനിയുടെ പുതിയ പ്രസിഡന്റായി ഞാൻ എന്നെ തന്നെ കണ്ടു. കാര്യത്തോടടുത്തപ്പോൾ മറ്റു ഭാഗം ശക്തമായിരുന്നു. ഞങ്ങൾ തോറ്റുപോയി. എൻ്റെ പുതിയ കൂട്ടുകാർ നിരാശരായി. എന്നെ അവർ അക്രോണിലെ മേഫ്ലവർ ഹോട്ടലിൽ വിട്ടിട്ട് സ്ഥലം വിട്ടു. എൻ്റെ പോക്കറ്റിൽ $10 കാണും. അതിനു മുമ്പ് അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, അതായത് ലൂയിസ് ആ സമയത്ത് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ, ലൂയിസ് മീൻവെൽ വാസ് സ്റ്റിൽ വർക്കിംഗ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. കൂട്ടുകാർ പലരും ചോദിക്കാൻ തുടങ്ങി, ഈ ബില്ല് സുവിശേഷ പ്രചരണത്തിന് നടക്കുക, ജീവിതം മുഴുവൻ സുവിശേഷ പ്രചരണത്തിന് നടക്കുകയാണോ? വൈ ഡസൻറ്റ് ഹി ഗോ ടു വർക്ക്? അവൻ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകുന്നില്ല? അങ്ങനെയാണ് അദ്ദേഹം, ഈവൻ ടു മീ ദിസ് ബിഗാൻ ടു ലുക്ക് ലൈക്ക് എ ഗുഡ് ഐഡിയ. അപ്പം എനിക്കതൊരു നല്ലൊരു ആശയമായി തോന്നി. അങ്ങനെയാണ് അദ്ദേഹം വാൾ സ്ട്രീറ്റിലേക്ക് വീണ്ടും പോകുന്നത്. അവിടെ വെച്ചിട്ട് അക്രോണിലുള്ള ഒരു ടൂൾ കമ്പനിയുടെ ഫൈറ്റ് ചെയ്യാനായിട്ട്, അതായത് അവിടെ നിന്ന് അതിൻ്റെ ഭരണം ഏറ്റെടുക്കാനായിട്ട് അദ്ദേഹം പുറപ്പെടുകയാണ്. പക്ഷേ അവരുടെ ഓപ്പോസിറ്റുള്ള പാർട്ടിക്ക് കൂടുതൽ വോട്ട് കിട്ടുകയും ഇദ്ദേഹം പരാജയപ്പെടുകയും അവസാനം മേപ്ലെയർ ഹോട്ടലിൽ ഇദ്ദേഹത്തിനെ വിട്ടിട്ട് അവിടുത്തെ കൂട്ടുകാർ ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോകുന്നതാണ് ആ ഭാഗം പറയുന്നത്. $10 മാത്രമേ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുള്ളൂ. ഇനി അടുത്ത ഭാഗം വായിക്കാം. പേജ് നമ്പർ 65. ദ ഡിപ്പാർട്ടഡ് ഓൺ ഫ്രൈഡേ. ഓൺ സാറ്റർഡേ മദേഴ്സ് ഡേ ഈവ്. അവരെന്നെ വിട്ടുപോയ ദിവസം വെള്ളിയാഴ്ചയാണ്. അവർ പോയത് വെള്ളിയാഴ്ചയാണ്. അപ്പം ഓൺ സാറ്റർഡേ മദേഴ്സ് ഡേ ഈവ് I was pacing up and down the hotel lobby, wondering what I could do. The bar at one end of my beat was filling up rapidly. I could hear the familiar buzz of conversation in there. Down at the other end of the lobby, I found myself pausing before a church directory. Then I was seized with the thought, I am going to get drunk. Or no, maybe I won't get drunk. Maybe I will just go into that bar and drink some ginger ale and scrap upon acquaintance. Then I panicked. That was really a gift. I had never panicked before at that treat of alcohol. Maybe this meant that my sanity had been restored. I remembered that in trying to help other people, I had stayed sober myself. For the first time, I deeply realized it. I thought,
You need another alcoholic to talk to. You need another alcoholic just as much as he needs to you. അപ്പോൾ അവരെന്നെ ആ മേഫ്ലവർ ഹോട്ടലിൽ വിട്ടുപോയത് അവർ പോയത് വെള്ളിയാഴ്ചയാണ്. ശനിയാഴ്ച മദേഴ്സ് ഡേയുടെ തലേന്നാണ് ഞാൻ ഹോട്ടൽ ലോബിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. മദേഴ്സ് ഡേയുടെ ഇറ്റ് വാസ് സാറ്റർഡേ ആഫ്റ്റർനൂൺ, അതായത് മദേഴ്സ് ഡേയുടെ ആഫ്റ്റർനൂൺ ആണ്. ഓക്കെ, മദേഴ്സ് ഡേ ഈവ്, അതായത് മദേഴ്സ് ഡേയുടെ വൈകുന്നേരം ഞാൻ ഹോട്ടൽ ലോബിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ. എൻ്റെ എതിർവശത്ത് ബാറിൽ ആളുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. പരിചിതമായ സംഭാഷണങ്ങൾ അപ്പുറത്ത് കേൾക്കാം. അപ്പൊ ആ ലോബിയുടെ അറ്റത്ത് മറുഭാഗത്ത് ലോബിയിൽ ഒരു പള്ളി ഡയറക്ടറുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. പെട്ടെന്നൊരു ചിന്ത എന്നെ ബാധിച്ചു. ഞാൻ കുടിക്കാൻ പോവുകയാണ്. ഇല്ല, ഒരു പക്ഷെ ഞാൻ കുടിക്കില്ല. ഞാൻ ബാറിൽ പോയി ഒരു ഇഞ്ചി സർബത്ത് കുടിച്ച് ആരെങ്കിലും പരിചയപ്പെടും. പെട്ടെന്ന് ഞാൻ പരിഭ്രമിച്ചു. അത് യഥാർത്ഥത്തിൽ ഒരു സമ്മാനമായിരുന്നു. മദ്യത്തിന് മുമ്പിൽ ഞാൻ ഒരിക്കലും ഇതിനു മുമ്പ് ഇങ്ങനെ പരിഭ്രമിച്ചിട്ടില്ല. എൻ്റെ സുബോധം തിരികെ ലഭിച്ചതിൻ്റെ അർത്ഥമാകാം ഇത്. മറ്റു മനുഷ്യരെ സഹായിക്കാനാണ് ഞാൻ കുടിക്കാതിരിക്കുന്നതെന്ന് ഞാൻ ഓർത്തു. ആദ്യമായി അതെനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. നിങ്ങൾ മറ്റൊരു മദ്യാസക്തനോട് സംസാരിക്കേണ്ടതുണ്ട്, അതുപോലെ അയാൾക്കും നിങ്ങളെ ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. യു നീഡ് അനദർ ആൽക്കോളിക് ടു ടോക്ക് ടു. മറ്റൊരു മദ്യാസക്തനോട് സംസാരിക്കേണ്ടതിന് ആവശ്യമുണ്ട്. യു നീഡ് അനദർ ആൽക്കോളിക് ജസ്റ്റ് ആസ് മച്ച് ആസ് ഹി നീഡ്സ് ടു യു. നീ മറ്റൊരു മദ്യാസക്തനോട് സംസാരിക്കേണ്ടതുണ്ട്, അവന് അതുപോലെ അയാൾക്കും നിങ്ങളെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. Then page number 66. Then followed a strange chain of consequences. Choosing at random from the church directory, I called up an Episcopal padre by the name of Walter Tanks, a great friend of AA to this day. In frantic eagerness, I poured out my tale to him. I asked if maybe he knew some people who could put me in touch with another alcoholic. I thought he might know. Others. I asked if he may know some people who could put me in touch with another alcoholic. I thought he might know some of the Oxford groupers around Akron. When the good man learned that I was an alcoholic looking for another alcoholic to work on, he at first apparently envisioned 2 people drunk instead of 1. But he finally get the point and gave me a list of about 10 people who might be able to direct me. അപ്പോൾ ഒരു മദ്യാസക്തനോട് സംസാരിക്കേണ്ടതുണ്ട്, അതുപോലെ അയാൾക്ക് നിങ്ങളെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പരിണിത ഫലങ്ങളുടെ തുടർച്ചയായി ഒരു ശൃംഖല തന്നെ ഉണ്ടായി. ചർച്ച് ഡയറക്ടറിൽ നിന്നും ഞാൻ തെരഞ്ഞെടുത്ത ഒരാൾ എപ്പിസ്കോപ്പൽ സഭയിലെ ഒരു പുരോഹിതനായിരുന്നു. ഇപ്പോഴും എയുടെ സുഹൃത്തായ വാൾട്ടർ ട്രങ്ക്സ്. ഞാൻ ആവേശത്തോടെ എൻ്റെ കഥ പറഞ്ഞു. മറ്റൊരു മദ്യാസക്തനുമായി പരിചയപ്പെടുത്താൻ വല്ല മാർഗമുണ്ടോ എന്ന് ഞാൻ ആരാഞ്ഞു. അക്രോണിലെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാരെ പറ്റി അദ്ദേഹത്തിന് അറിയാമായിരിക്കുമെന്ന് ഞാൻ കരുതി. ഒരു മദ്യാസക്തൻ മറ്റൊരു മദ്യാസക്തനെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ഓർത്തത് ഒരാൾക്ക് പകരം 2 പേർ കുടിക്കാൻ പോകുന്നു എന്നാണ്. അവസാനം കാര്യം മനസ്സിലായി. അദ്ദേഹം എനിക്ക് സഹായം ലഭിക്കാനിടയുള്ള 10 പേരുടെ ഒരു ലിസ്റ്റ് തന്നു. I immediately began calling them up. ഞാൻ പെട്ടെന്ന് അവരെ വിളിക്കാൻ തുടങ്ങി. I immediately began calling them up. It was Saturday afternoon. People were not at home. Others were not interested and made excuses. The list quickly downhill until it came down to one name at the very end. That name was Henrietta Seiberling. I had a vague recollection from my Wall Street days of meeting an elderly Mr. Seiberling, one-time founder and president of Goodyear Rubber. I could hardly imagine calling up his wife and telling her that I was a drunk from New York looking for another drunk to work on. So I went back downstairs and walked up and down the lobby some more. But something kept saying to me, you had better call her. So I finally rang up. Unexpectedly, a young southern voice came over the wire, which turned out to be that of a Seiberling daughter-in-law.
I explained that I was an alcoholic from the New York Oxford groups who needed to help another drunk in order to stay sober himself. Very quickly, she got the drift of what I was saying. She said, I am no alcoholic, but I have had my difficulties. When you talk about spiritual matters, I think I understand. I know someone you might help. Won't you come out here right away? I live in the gatehouse of the Seberling place. ഞാൻ പെട്ടെന്ന് തന്നെ അവരെ വിളിക്കാൻ തുടങ്ങി. ശനിയാഴ്ച വൈകുന്നേരമായതിനാൽ ആരും തന്നെ വീടുകളിൽ ഉണ്ടായിരുന്നില്ല. മറ്റു ചിലർക്കാണെങ്കിൽ താല്പര്യമില്ലാതെ ഒഴിവുകൾ പറഞ്ഞു ഒഴിഞ്ഞു മാറി. ആ ലിസ്റ്റ് ഏകദേശം തീരാറായി. അവസാനത്തെ ആളായി മാറി. ആ പേര് ഹെൻറിറ്റ സെബർലിങ്ങിൻ്റെതായിരുന്നു. എനിക്ക് വാൾസ്ട്രീറ്റിൽ ഒരു ചെറിയ ഓർമ്മയുണ്ട്. പ്രായം ചെന്ന ഒരു മിസ്റ്റർ സെബർലിംഗ്. അദ്ദേഹം ഗുഡിയർ റബ്ബർ കമ്പനിയുടെ സ്ഥാപകനും പ്രസിഡന്റുമായിരുന്നു. ഇവൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയാകാം. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് ഞാനൊരു കുടിയനാണെന്നും എനിക്കൊരു മറ്റൊരു കുടിയൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാനായില്ല. ഞാൻ വീണ്ടും താഴെ ഇറങ്ങി ലോബിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പക്ഷെ എന്തോ എന്നോട് ഉള്ളിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, അവളെ വിളിക്കുന്നതാണ് നല്ലത്. അവസാനം ഞാൻ വിളിച്ചു. അപ്രതീക്ഷിതമായ ഒരു തെക്കൻ യുവശബ്ദം അങ്ങേ തലക്കിൽ നിന്നും വന്നു. ഫലത്തിൽ അവർ സെബർലിങ്ങിൻ്റെ മരുമകളാണ്. ഞാൻ അവളോട് വിശദീകരിച്ചു, ഞാൻ ന്യൂയോർക്ക് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു കുടിയനാണ്, എനിക്കൊരു കുടിയനോട് സംസാരിക്കേണ്ടതുണ്ടെന്നും അവളെ ഒരുവിധം ധരിപ്പിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അവൾ പറഞ്ഞു, ഞാനൊരു മദ്യാസക്തിയല്ല, എനിക്ക് എൻ്റെതായ വിഷമങ്ങളുണ്ട്. നിങ്ങൾ ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കത് മനസ്സിലാവും. നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നവരെ എനിക്കറിയാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇവിടെ വരാമോ? ഞാൻ സിബർലിംഗ് ഗേറ്റ് ഹൗസിലുണ്ട്. When I got there, I found a person of charm and understanding. She said she had worked through many a hard problem and had found her answers in the Oxford groups. She understood deep suffering. When I had told my story, she said, I knew just the man for you. He is a doctor. We all call him Dr. Bob. His wife Annie is a grand person. Bob has tried to so hard. I know he wants to stop. He has tried medical cures. He has tried various religious approaches, including the Oxford groups. He has tried with all his will, but somehow he cannot seem to do it. So, how would you like to talk with Dr. Bob and Annie? ഞാൻ അവിടെ ചെന്നപ്പോൾ വശ്യമായ മനസ്സറിയുന്ന ഒരാളെയാണ് കണ്ടത്. അവൾ കഠിനമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയെന്നും അവൾക്കുള്ള ഉത്തരം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചെന്നും അവൾ എന്നോട് പറഞ്ഞു. കടുത്ത യാതനകൾ അവൾക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കഥ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ള ഒരാളെ എനിക്കറിയാം. അയാൾ ഒരു ഡോക്ടറാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഡോക്ടർ ബോബ് എന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആനി ഒരു മഹത് വ്യക്തിയാണ്. ബോബ് കഠിനമായി കുടി നിർത്താൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അയാൾ നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം ചികിത്സാ രീതികൾ സ്വീകരിച്ചിട്ടുണ്ട്. പല മതങ്ങളുടെയും രീതികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അടക്കം അയാൾ പോയിട്ടുണ്ട്. അയാൾ പൂർണ്ണ മനസ്സോടെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ബോബിനോടും ആനിയോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? Soon Annie was on the phone. Yes, much loved Annie. Quickly, Henrietta told her about me, an alcoholic from New York who wanted to talk about his drinking problem. Could she and Dr. Bob come over? Annie said, I am sorry, Henrietta. I don't think we can make it today. Bob always makes a great fuss over me on Mother's Day. He has just come home, bringing a big potted plant. What Annie didn't say was that the plant was on the table and the Bob was under the table, so potted that he couldn't get up. Henrietta said, what about tomorrow? Why can't both of you come over to dinner? Annie said they would try to make it. എങ്ങനെയാണ് ബോബിനോടും ആനിയോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? പെട്ടെന്ന് ആനി ഫോണിൽ എത്തി. എയ്ക്ക് പ്രിയപ്പെട്ട ആനി. പെട്ടെന്ന് ആനിയോട് എന്നെക്കുറിച്ച് ഹെൻറിറ്റ സെബർലിംഗ് പറഞ്ഞു. മദ്യാസക്തിയെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ന്യൂയോർക്കിൽ നിന്നുള്ള ഒരു കുടിയൻ ഇവിടെയുണ്ട്. ഡോക്ടർ ബോബിനും അവർക്കും വരാനൊക്കുമോ? ആനി പറഞ്ഞു. ഹെൻറിറ്റ, ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. ഡോക്ടർ ബോബ് ഇപ്പോഴും മദേഴ്സ് ഡേയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അയാൾ ഇപ്പോൾ വലിയൊരു ചെടിച്ചട്ടിയുമായി വന്നിട്ടുണ്ട്. ചെടിച്ചട്ടി മേശപ്പുറത്തും അയാൾ അതിൻ്റെ താഴെയും കിടപ്പുണ്ട്. അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. നാളെ നിങ്ങൾ രണ്ടുപേർക്കും ഒരു ഡിന്നറിന് വന്നുകൂടെ? ഹെൻറിറ്റ അവരോട് ചോദിച്ചു. ഞാൻ ശ്രമിക്കാമെന്ന് ആനി മറുപടി പറഞ്ഞു. Next afternoon, at 5 o'clock, that wonderful couple, Dr. Bob and Annie, stood at Henrietta's open door. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് ആ ശ്രേഷ്ഠ ദമ്പതികൾ ഡോക്ടർ ബോബും ആനിയും ഹെൻറിറ്റയുടെ വാതിക്കൽ എത്തി. This was the man
who was to be my partner and founder of Akron's Group Number 1 with the remarkable Sister Ignatia. He was to care for 5,000 cases of alcoholism in the time when AA was still very young. This was a wonderful friend with whom I was never to have a hard word. This was Dr. Bob, AA's co-founder to be. ഇദ്ദേഹമാണ്. പിറ്റേന്ന് ഉച്ചകഴിഞ്ഞ് 5 മണിക്ക് ആശ്രാഷ്ട്ര ദമ്പതികൾ ഡോക്ടർ ബോബു ആനിയും ഹെൻറിറ്റയുടെ വാതിക്കലെത്തി. ഇദ്ദേഹമാണ് എൻ്റെ പങ്കാളി, അക്രോൺ നമ്പർ 1 ഗ്രൂപ്പിൻ്റെ സ്ഥാപകനാകാൻ പോകുന്നയാൾ. എക്ക് വളരെ ചെറുപ്പമായിരുന്നപ്പോൾ സിസ്റ്റർ ഇഗ്നേഷ്യയുമായി ചേർന്ന് 5000-ലധികം മദ്യാസക്തരെ സഹായിച്ചയാൾ. ഒരിക്കലും ഒരു അപസ്വരം ഉണ്ടായിട്ടില്ലാത്ത എൻ്റെ അത്ഭുത സുഹൃത്ത്, എയുടെ സഹസ്ഥാപകനായിരിക്കുന്നയാൾ. ഒരു അവസരം പോലും ഉണ്ടാക്കിയിട്ടില്ലാത്തയാൾ, അത്ഭുത സുഹൃത്തായിരുന്ന ആൾ, എയുടെ സഹസ്ഥാപകനായിരിക്കുന്നയാൾ. But at 5 o'clock that Sunday afternoon, Bob did not look much like a founder. He was shaking badly. Uneasily, he told us that he could stay only about 50 minutes, though embarrassed. He brightened a little when I said I thought he needed a drink after dinner, which he did not eat. Henrietta discreetly put us off in her little library. There Bob and I talked until 11 o'clock. അപ്പോൾ പക്ഷേ ആ ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ബോബിനെ കണ്ടാൽ ഒരു സഹസ്ഥാപകനാകാനുള്ള ആളാണെന്ന് തോന്നുകയില്ല. അയാൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു 15 മിനിറ്റ് എനിക്ക് നിൽക്കാൻ കഴിയൂ. അദ്ദേഹത്തിന് അല്പം മദ്യം വേണമെന്ന് തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും കഴിച്ചില്ല. ഹെൻറിറ്റ തന്ത്രപൂർവ്വം ഞങ്ങളെ അവരുടെ ലൈബ്രറിയിലാക്കി. ഞാനും ബോബും 11 മണി വരെ അവിടെ സംസാരിച്ചിരുന്നു. Just before leaving for Akron, Dr. Silkworth had given me a great piece of advice. Without it, AA might never have been born. Look, Bill, he had said, you are having nothing but failure because you are preaching at these alcoholics. You are talking to them about the Oxford Group precepts of being absolutely honest, absolutely pure, absolutely unselfish, and absolutely loving. This is a very big order. Then you top it up by harping on this mysterious spiritual experience of yours. No wonder they point their finger to their heads and go out and get drunk. Why don't you turn your strategy the other way around? Aren't you the very fellow who once showed me that book by the psychologist James, which says that the deflation to great depth in the foundation of most spiritual experiences? Have you forgotten all about that? Have you also forgotten that Dr. Carl Jung in Zurich told a certain alcoholic, the one who later helped sober up your friend Abby, that this only hope of salvation was a spiritual experience? No, Bill, you have go to the cart, go to the cart. No, Bill, you have got the cart before the horse. You have got to deflate these people first. So give them the medical business and give it to them hard. Pour it right into them about the obsession that condemns them to drink and the physical sensitivity or allergy of the body that condemns them to go mad or die if they keep on drinking. Coming from another alcoholic, one alcoholic talking to another, maybe that will crack those tough egos deep down. Only then can you begin to try out your other medicine, the ethical principles you have picked up from the Oxford groups. അപ്പോൾ അക്രോൺ വിടുന്നതിന് മുമ്പ് ഡോക്ടർ സിൽക്വർത്ത് എനിക്കൊരു വലിയ ഉപദേശം തന്നിരുന്നു. അതില്ലാതെ എ ജനിക്കുമായിരുന്നില്ല. ഡോക്ടർ സിൽക്വർത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്, നോക്കു ബിൽ, നിങ്ങൾ പരാജയപ്പെടുന്നതിന്റെ കാരണം നിങ്ങൾ കുടിയന്മാരെ ഉപദേശിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ അവരോട് സംസാരിക്കുന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ പ്രമാണങ്ങളായ പൂർണ്ണമായ സത്യസന്ധത, പൂർണ്ണമായ വിശുദ്ധി, പൂർണ്ണമായ ത്യാഗം, പൂർണ്ണമായ സ്നേഹം ഇവയെക്കുറിച്ചാണ്. ഇത് വളരെ വലിയൊരു കൽപ്പനയാണ്. പിന്നെ നിങ്ങൾ മറ്റൊരു തരത്തിൽ നിങ്ങളുടെ നിഗൂഢമായ അനുഭവങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ആത്മീയ അനുഭവത്തെ അനുഭവങ്ങളെ ആവർത്തിക്കുന്നു. അതുകൊണ്ട് അത്ഭുതപ്പെടാനില്ല. അവർ അവരുടെ തലയിലേക്ക്
കൈകൾ വെച്ചിട്ട് പുറത്തു പോയി കുടിക്കുകയും ചെയ്യും. നിങ്ങളുടെ പദ്ധതി മറ്റൊരു വിധത്തിലാക്കിക്കൂടെ? മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസിന്റെ പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? മിക്കവാറും ആത്മീയ അനുഭവങ്ങളുടെ അടിത്തറ അഹങ്കാരത്തിന്റെ കാറ്റുകളയലാണെന്ന് നിങ്ങൾ അതൊക്കെ മറന്നോ? രക്ഷയുടെ മാർഗം ആത്മീയ അനുഭവമാണ് എന്ന് നിങ്ങളെ സഹായിച്ച സുഹൃത്തിനെ സഹായിച്ച ആളാണ് സൂറിച്ചിലെ കാൾജുങ്. അതായത് നിങ്ങളെ സഹായിച്ച എബി എന്ന സുഹൃത്തിനെ സഹായിച്ച ആളാണ് സൂറിച്ചിലെ കാൾജുങ്. അത് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ഇല്ല ബിൽ, നിങ്ങൾ കുതിരയെ വണ്ടിക്ക് പിന്നിലാണ് കെട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഈ ആളുകളുടെ അഹങ്കാരം ഇല്ലാതാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ വൈദ്യശാസ്ത്ര വശത്തെക്കുറിച്ച് സംസാരിക്കൂ. കഠിനമായ ഭാഷയിൽ മാനസികമായ വിധായത്വത്തെക്കുറിച്ചും ശാരീരികമായ അലർജിയെക്കുറിച്ചും സംസാരിക്കൂ. കൂടി തുടർന്നാൽ മരണത്തിലേക്കോ ഭ്രാന്തിലേക്കോ നയിക്കുന്ന അവസ്ഥയെക്കുറിച്ചും പറയൂ. ഒരു കുടിയൻ മറ്റൊരു കുടിയനോട് സംസാരിക്കുമ്പോൾ ഒരാളുടെ അഹങ്കാരം പൊട്ടിച്ചെതറിയേക്കാം. പിന്നീട് നിങ്ങൾക്ക് അടുത്ത മരുന്ന് നൽകാം. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച സന്മാർഗിക തത്വങ്ങൾ. അതായത് അബ്സല്യൂട്ട് ഹോണസ്റ്റ്, പൂർണ്ണമായ സത്യസന്ധത, പൂർണ്ണമായ പരിശുദ്ധി, പൂർണ്ണമായ നിസ്വാർത്ഥത, പൂർണ്ണമായ സ്നേഹം. ഇത് പിന്നീട് പറയാമെന്നാണ് ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ അടുത്ത ഭാഗം. Now talking with Dr. Bob, I remembered all that Dr. Silkworth had said. So I went very slowly on the fireworks of religious experience. I just talked away about my own case until he got a good identification with me, until he began to say, yes, that's me, I am look like that. ഞാൻ ഡോക്ടർ ബോബിനോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ സിൽക്കോർത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ സാവധാനത്തിലാണ് ആത്മീയ കാര്യങ്ങളുടെ തിരികൊളുത്തിയത്. ഞാനുമായി ഒരു താതാത്മ്യം ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ കഥ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. Yes, that's me, I am like that. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. In turn, Dr. Bob talked to me about himself as he had never talked before. He too was a Vermonter. His father had been a stern but a deeply respected judge in St. Johnsbury. Also, as in my case, Dr. Bob's drinking proclivities and shone up early. In fact, he had busted out of Dartmouth College for this reason. Somehow, he had warmed his way through medical school and internship in Chicago. Despite his drinking, he had shown a talented flair for surgery. After his marriage to Annie, they had settled in Akron. There in due course, young Bob was born and a daughter, Sister Sue, was adopted. ഡോക്ടർ ബോബ് മറുപടി അദ്ദേഹം മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്ത വിധം സ്വന്തം കഥ എന്നോട് പറഞ്ഞു. അയാളും ഒരു വെർമണ്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് സെന്റ് ജോൺസ്ബറിയിലെ കണിശക്കാരന് ബഹുമാന്യമായ ഒരു ജഡ്ജിയായിരുന്നു. എന്നെപ്പോലെ തന്നെ ബോബിലും മദ്യത്തോടുള്ള ഒരു ചായ്വ് നേരത്തെ തന്നെ പ്രകടമായിരുന്നു. അതേ കാരണത്താൽ ഡെർമൗണ്ട് കോളേജിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുകയും ചെയ്തു. എങ്ങനെയോ അദ്ദേഹം മെഡിക്കൽ സ്കൂളുകളിൽ കടന്നു പോവുകയും ചിക്കാഗോയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുകയും ചെയ്തു. കുടിക്കുമെങ്കിലും അദ്ദേഹം സർജറിയിൽ വലിയ പ്രാവീണ്യം കാട്ടി. വിവാഹാനന്തരം അദ്ദേഹം അനയും അക്രോണിൽ താമസമാക്കി. കൊച്ചു ബോബും സഹോദരിയും ജനിച്ചു. സഹോദരി സ്യൂ ദത്തെടുക്കപ്പെട്ടതാണ്. Dr. Bob at the time of our first meeting was 55, some 15 years older than I. He must have had an iron constitution. He said that all through the years his drinking had been practically continuous. When he got too jittery to operate or to see patients, he sedated himself heavily. When this course sometimes failed, he would steal away for a week or so to drying out place so that he could start the same cycle all over again. In those rare moments when he got thoroughly sober, the insatiable craving for alcohol never let up. This was a physical phenomenon which bedeviled even his first years in AA, a time when only days and nights of carrying the message to other alcoholics could cause him to forget about it. Although this craving was hard to withstand, it doubtless created some part of the intense incentive and energy that went into forming Akron's Group number 1. Bob's spiritual release did not come easily. It was be painful, slow. It always entitled the hardest kind of work and the sharpest vigilance. It seemed to have no serious neurotic difficulties, as he often
put it, I just loved my frog. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 69 ഡോക്ടർ ബോബിനെ ഞാൻ ആദ്യമായി കാണുമ്പോൾ അദ്ദേഹത്തിന് 55 വയസ്സ് പ്രായമുണ്ടായിരുന്നു. എന്നേക്കാൾ 15 വയസ്സ് കൂടുതൽ. അദ്ദേഹത്തിൻ്റെത് ഒരു ഉറച്ച ശരീരഘടനയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കുടിച്ച കാലം അത്രയും അദ്ദേഹം മിക്കവാറും തുടർച്ചയായിട്ടാണ് കുടിച്ചതെന്നാണ്. സർജറിയിൽ പരിഭ്രമിക്കുകയോ രോഗികളെ ഞാൻ വിഷമിപ്പിക്കുകയോ ചെയ്യുമ്പോൾ വലിയ തോതിൽ സെഡേറ്റീവ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ഈ പദ്ധതികളൊക്കെ പരാജയപ്പെടുമ്പോൾ ഒരാഴ്ചത്തേക്കോ മറ്റോ മാറി നിൽക്കുകയും കുറച്ചു കാലം വല്ല പുനരധിവാസ കേന്ദ്രത്തിലാവുകയും വീണ്ടും പഴയ പോലെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ആ കാലത്ത് കുടിക്കാതിരിക്കുമ്പോഴും മദ്യത്തോടുള്ള അടക്കാനാവാത്ത ആസക്തി ഉണ്ടായിരുന്നു. ഈ ശാരീരിക പ്രതിഭാസം എയിൽ വന്ന ശേഷവും ആദ്യ വർഷക്കാലം നിലനിന്നു. ഈ കാലത്ത് നിരന്തരമായി രാപകലില്ലാതെ മറ്റു മദ്യാസക്തരെ സഹായിച്ചിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് മറക്കാനായത്. ഈ ആസക്തിയും കഠിനമായ ആഗ്രഹവുമാണ് അക്രോണിനെ നമ്പർ 1 ഗ്രൂപ്പ് ആരംഭിക്കുന്നതിൽ എത്തിയത്. ഡോക്ടർ ബോബിന്റെ ആത്മീയാനുഭവം പെട്ടെന്നുണ്ടായതല്ല. അത് വേദനാജനകവും സാവധാനത്തിലുമായിരുന്നു. അനിവാര്യമായ പ്രയത്നവും ജാഗ്രതയും അതിനാവശ്യമായിരുന്നു. ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വന്നിരുന്നില്ലെങ്കിലും അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു, ഞാനിപ്പോഴും മദ്യം ഇഷ്ടപ്പെടുന്നു. ഐ ജസ്റ്റ് ലവ്ഡ് മൈ ഗ്രോഗ്. ഞാനിപ്പോഴും മദ്യം ഇഷ്ടപ്പെടുന്നു. By the time I met him, this compelling love and had almost done him in. His surgical skill was still recognized, but few colleagues or patients dared to trust him. He had lost his post on the staff of Akron City Hospital and barely existed through a precarious and dwindling general practice. In depth up to his years, he was only one jump ahead of the sheriff and his mortgage payments. Annie verged on a nervous crack-up, and their 2 children, of course, were greatly upset. Such was the payoff of 25 years of alcoholism. Hope was a word they had come to avoid. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ ഈ നിർബന്ധിത സ്നേഹം അദ്ദേഹത്തെ അകത്താക്കിയിരുന്നു. ഒരു സർജൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നെങ്കിലും ചുരുക്കം ചില സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മാത്രമേ അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്നുള്ളൂ. അക്രോൺ സിറ്റി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് പദവി അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു. താൽക്കാലികമായ ചുരുങ്ങിയ ചില ജനറൽ പ്രാക്ടീസ് മാത്രമേ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം കഴുത്തോളം കടത്തിൽ മുങ്ങിയിരുന്നു. പണയ വസ്തുക്കൾ ജപ്തിയുടെ അടുത്തെത്തിയിരുന്നു. ആനി മാനസിക തകർച്ചയിലായിരുന്നു. 2 കുട്ടികളും വല്ലാത്ത കുഴപ്പത്തിലായിരുന്നു. 25 വർഷക്കാലത്തെ മദ്യപാനത്തിന്റെ പ്രതിഫലങ്ങളായിരുന്നു ഇതെല്ലാം. പ്രതീക്ഷ എന്ന വാക്ക് അവർ കഴിവതും ഒഴിവാക്കിയിരുന്നു. 69 അവസാനത്തെ പാരഗ്രാഫ്. ഇൻ അവർ ഫസ്റ്റ് conversation, I bore down heavily on the medical hopelessness of Dr. Bob's case, freely using Dr. Silkworth's words describing the alcoholic dilemma, the obsessions, pulse, and allergy theme. Though Bob was a doctor, this was news to him. Bad news, always better versed in spiritual matters than he had paid little attention to that aspect of my story. Even though he could not make them work, he already knew that the spiritual answers were. What really did hit him hard was the medical business, the verdict of inevitable annihilation, and the fact that I was an alcoholic and knew what I was talking about from personal experience made the blow a shattering one. ഞങ്ങളുടെ ആദ്യ സംഭാഷണത്തിൽ തന്നെ ഡോക്ടർ ബോബിന്റെ പ്രതീക്ഷയറ്റ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഡോക്ടർ സിൽക്വർത്തിന്റെ വാക്കുകളിൽ ഊരാക്കുടുക്കായ വിധേയത്വവും അലർജിയും എന്ന ആശയം. ഒരു ഡോക്ടർ ആയിരുന്നെങ്കിലും ബോബിന് ഇതൊരു പുതിയ വാർത്തയായിരുന്നു. അതും മോശം വാർത്ത തന്നെ. ആത്മീയ കാര്യങ്ങളിൽ തഴക്കമുള്ള ബോബ് എൻ്റെ കഥയുടെ ആത്മീയ അംശങ്ങൾക്ക് വലിയ ശ്രദ്ധ നൽകിയില്ല. അദ്ദേഹത്തിന് പ്രയോഗത്തിൽ വരുത്താൻ കഴിഞ്ഞില്ലെങ്കിലും ആത്മീയ ഉത്തരങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെത് വിധി നിർണായകമായ സർവനാശമെന്ന വൈദ്യശാസ്ത്ര വശമായിരുന്നു. അടുത്ത ഭാഗം. The fact that alcoholic knew I was talking about from personal experience, shuttering one. In Dr. Bob's story, as afterward written for the AA book, and years later in his last full-length talk at Detroit, he made this point very clear. It was not
any spiritual teaching of mine. Rather, it was those twin augurs of madness and death, the allergy plus the obsession, that triggered him into a new life. It was Dr. Silkworth's idea, confirmed by William James, that struck him at a great depth. അതേസമയം അതേ പക്ഷെ ഒരു മധ്യസ്ഥ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ അദ്ദേഹത്തെ ഇടിച്ചു നിരപ്പാക്കി കളഞ്ഞു. പേഴ്സണൽ എക്സ്പീരിയൻസ് മേഡ് ദ ബ്ലോ എ ഷട്ടറിംഗ് ഡൗൺ. പിന്നീട് ബിഗ് ബുക്കിൽ ചേർത്ത ഡോക്ടർ ബോബിന്റെ കഥയിലും പിൽക്കാലത്ത് അദ്ദേഹം ഡിട്രോയിറ്റിൽ നടത്തിയ ദീർഘ പ്രഭാഷണത്തിലും ഈ കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ ആത്മീയ പ്രഭാഷണങ്ങളല്ല, മറിച്ച് ആ ഇരട്ട രാക്ഷസന്മാർ, ഭ്രാന്തും മരണവും അലർജിയും വിധേയത്വവും, അതാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് വഴി തിരിച്ചുവിട്ടത്. വില്യം ജെയിംസ് സ്ഥിരീകരിച്ച ഡോക്ടർ സിൽക്കോർത്തിന്റെ ആശയമായിരുന്നു അത് അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചത്. നോക്കുക, ഞങ്ങളുടെ സംഭാഷണം പൂർണ്ണമായും പരസ്പരമുള്ളതായിരുന്നു. ഉപദേശം ഞാൻ ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ആവശ്യമുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിനും എന്നെയും ആവശ്യമുണ്ടായിരുന്നു. ഇതായിരുന്നു അത്. ഈ പരസ്പരം കൊടുക്കൽ വാങ്ങലായിരുന്നു ഇന്നത്തെ എയുടെ 12-ാം പടിയുടെ കാതൽ. ഇങ്ങനെയായിരുന്നു സന്ദേശം വഹിക്കേണ്ടിയിരുന്നത്. കാണാതിരുന്ന കണ്ണി കണ്ടെത്തി. ബോബുമായുള്ള എൻ്റെ ആദ്യത്തെ സംസാരത്തിൽ. You see, our talk was a completely mutual thing. I had quit preaching. I knew that I needed this alcohol as much as he needed me. This was it. And this mutual give and take is at the very heart of all of AS 12-step work today. This was how to carry the message. The final missing link was located right there in my first talk with Dr. Bob. അപ്പം അതാണ് ഉപദേശം ഞാൻ ഉപേക്ഷിക്കേണ്ടത്. നോക്കുക, ഞങ്ങളുടെ സംഭാഷണം പൂർണ്ണമായും പരസ്പരമുള്ളതായിരുന്നു. ഉപദേശം ഞാൻ ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ആവശ്യമുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിനും എന്നെ ആവശ്യമുണ്ടായിരുന്നു. അതായിരുന്നു ഇത്. ഈ പരസ്പരം കൊടുക്കൽ വാങ്ങലായിരുന്നു ഇത്. ഇന്നത്തെ എയുടെ 12-ാം പടിയുടെ കാതൽ എങ്ങനെയായിരുന്നു? സന്ദേശം വഹിക്കേണ്ടിയിരുന്നത്. കാണാതിരുന്ന കണ്ണി കണ്ടെത്തി. ബോബുമായുള്ള എൻ്റെ ആദ്യത്തെ സംസാരത്തിലാണ് അത് കണ്ടെത്തിയത്. Unexpectedly, I got a little fresh financing from my New York business associates. So I stayed on in Akron that summer of 1935 to continue the proxy fight. Still worried about Dr. Bob, and Annie invited me to come over and live with them at their home at 855 Ardmore Avenue. How well I remember our morning meditation, when Annie would sit in the corner by the fireplace and read them from the Bible, and then we would huddle together in a stillness, awaiting inspiration and guidance. അപ്രതീക്ഷിതമായ എൻ്റെ ന്യൂയോർക്ക് ബിസിനസ് പങ്കാളിയിൽ നിന്ന് അല്പം പണം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് 1935 ആ വേനൽക്കാലം ഞാൻ അക്രോണിൽ തന്നെ കഴിഞ്ഞു. പകരക്കാരനുള്ള മത്സരം തുടർന്നുകൊണ്ടേയിരുന്നു. ആ കമ്പനിയിൽ പകരക്കാരനുള്ള മത്സരം തുടർന്നുകൊണ്ടേയിരുന്നു. ഡോക്ടർ ബോബിനെ കുറിച്ചുള്ള വേവലാതി മൂലം ആനി എന്നെ അഡ്മോർ അവന്യൂവിലെ 855 വീട്ടിൽ താമസിക്കുവാൻ ക്ഷണിച്ചു. ആനി അവിടുത്തെ ഫയർ പ്ലേസിനടുത്ത് ഒരു മൂലയിലിരുന്ന് ബൈബിൾ വായിക്കുന്നതും ഞങ്ങൾ രണ്ടുപേരും നിശബ്ദരായി ചുരുണ്ടുകൂടിയിരിക്കുന്നതും ഞാൻ നന്നായി ഓർമ്മിക്കുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്രഭാത ധ്യാനം. പ്രചോദനത്തിനും മാർഗനിർദ്ദേശത്തിനുമായി ഞങ്ങൾ കാത്തിരുന്നു. 3 or 4 weeks after the Mother's Day debacle, Dr. Bob looked at me one morning and said, "Bill, for a number of years, I have had to go down to Atlantic City to our medical convention. I haven't missed one in a long time. Don't you think I had better go?" Very frightened, Annie said, "Oh, no. But seeing that he had to face the music sometime, I replied, "Well, why don't you go? After all, we must learn to live in a world that's full of alcohol." And slowly Bob said, "I guess maybe you are right." അപ്പോൾ മദേഴ്സ് ഡേയിലെ ആ വീഴ്ചയ്ക്ക് ശേഷം 3 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം രാവിലെ ഡോക്ടർ ബോബ് എന്നെ നോക്കി പറഞ്ഞു, "ബിൽ, വർഷങ്ങളായി ഞാൻ അറ്റ്ലാന്റ സിറ്റിയിലെ ഒരു മെഡിക്കൽ കൺവെൻഷനിൽ പങ്കെടുക്കാറുണ്ട്. വളരെ കാലമായി ഞാനത് മുടക്കിയിട്ടില്ല. നിങ്ങൾ എന്ത് കരുതുന്നു? ഞാൻ പോകുന്നതല്ലേ നല്ലത്?" ഭയചകിതയായി ആനി പറഞ്ഞു, "ഓ ഇല്ല, പാടില്ല, പോകാൻ പാടില്ല. അനന്തരഫലങ്ങളെ അദ്ദേഹം നേരിടേണ്ടെന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞു. അതായത് ആഫ്റ്റർ ഓൾ മൈ ലിവ് ഇൻ ദ വേൾഡ് ദാറ്റ്സ് ഫുൾ ഓഫ് ആൽക്കഹോൾ. അതായത് മദ്യം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾക്ക് ജീവിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആൻഡ് സ്ലോലി ബോബ് സെഡ്, "ഐ ഗസ് മേ ബി യു ആർ റൈറ്റ്. നിങ്ങൾ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു." So he went to the Atlantic City Medical Convention, and nothing was heard of him for several days. Then one morning his office nurse called up and said, "He is over here at my place. My husband and I picked him up the railroad station platform at about 4 a.m. Please come over and see what you can do."
അതുകൊണ്ട് അദ്ദേഹം അറ്റ്ലാന്റ സിറ്റിയിൽ മെഡിക്കൽ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോയി. കുറച്ച് ദിവസത്തേക്ക് ഒന്നും അവനെ പറ്റി കേട്ടില്ല. ഒരു ദിവസം രാവിലെ അവന്റെ ഓഫീസിലെ നേഴ്സ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. ഞാനും ഭർത്താവും കൂടി അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ 4 മണിക്ക് ഇവിടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. എന്ത് നിങ്ങൾക്ക് ചെയ്യാനാകാമെന്ന് വന്ന് നോക്കൂ. വി ഗോട്ട് ബോബ് ബാക്ക് ഫ്രം ഹോം. We got Bob back home and into bed, and right then we made an alarming discovery. He had to perform a certain operation that only he could do. The deadline was just 3 days away. He simply had to do the job himself. And here he is. He was shaking like a leaf. Could we get him sober in time? Annie and I took turns around the clock trying to taper the old boy off. Early on the morning of the operation, he was almost sober. I had slept in the room with him. Glancing across toward his bed, I saw that he was wide awake but still shaking. I will never forget the look he gave me as he said, "Bill, I am going to go through with it." I thought he meant the operation. No, he said, "I mean these things we have been talking about." ഞങ്ങൾ ബോബിനെ തിരികെ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി. അപ്പോഴാണ് മറ്റൊരു ഗുരുതര കണ്ടെത്തൽ ഞങ്ങൾ കണ്ടെത്തിയത്. അയാൾക്കൊരു ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. അത് അയാൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അതിന് 3 ദിവസത്തെ സമയമേ ശേഷിക്കുന്നുള്ളൂ. അത് അയാൾ തനിച്ച് ചെയ്തേ മതിയാകൂ. അയാൾ ഇവിടെ കിടന്ന് ആലില പോലെ വിറയ്ക്കുകയാണ്. പഴയ കുട്ടിയെ മാറ്റിയെടുക്കാനായി ഞാനും ആനിയും മാറി മാറി പരിശ്രമിച്ചു. ഓപ്പറേഷൻ്റെ അന്ന് രാവിലെ അദ്ദേഹം മിക്കവാറും സുബോധവാനായിരുന്നു. ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ് ഉറങ്ങിയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ബെഡിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഉണർന്നിരുന്നതായി മറക്കാനാകാത്ത ആ ഒരു നോട്ടം എന്നെ നോക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, "ബിൽ, ഞാൻ ഇതിലൂടെ കടന്നു പോവുകയാണ്." ഞാൻ കരുതി അദ്ദേഹം ഓപ്പറേഷന്റെ കാര്യമാണ് പറയുന്നത്. അല്ല, അദ്ദേഹം വീണ്ടും പറഞ്ഞു. അല്ല, അദ്ദേഹം പറഞ്ഞു, "ഞാൻ ഉദ്ദേശിച്ചത് നാം സംസാരിച്ച സംഗതിയാണ്." Annie and I drove him to the hospital at 9 o'clock. I handed him a bottle of beer to steady his nervous so he could hold the knife, and he went in. We turned into the house and sat down to wait. After what seemed an endless time, he found all had gone well. But after that, he didn't come home for hours. Despite the awful strain, he had left the hospital, got into his car, and commenced to visit creditors and others he had harmed by his behavior. That was June 10, 1935. To the time of his death, 15 years later, Dr. Bob never took another drink of alcohol. അപ്പോൾ ഞാൻ പറയുന്നത് അല്ല, അദ്ദേഹം പറഞ്ഞു, "ഞാൻ ഉദ്ദേശിച്ചത് നാം സംസാരിച്ച സംഗതിയാണ്." ഞാൻ ആനിയും അദ്ദേഹത്തെ 9 മണിക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഞാൻ അദ്ദേഹത്തിന് ഒരു കുപ്പി ബിയർ കൊടുത്തു, അദ്ദേഹത്തിന്റെ ഞരമ്പുകളെ സ്ഥിരപ്പെടുത്താനായി. എങ്കിലേ അദ്ദേഹത്തിന് കത്തി പിടിക്കാനാവൂ. അദ്ദേഹം അകത്തേക്ക് പോയി. ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കാത്തിരുന്നു. സമയം അവസാനിക്കുന്നത് പോലെ തോന്നി. അദ്ദേഹം ഫോൺ ചെയ്തു. എല്ലാം നന്നായി നടന്നു. പക്ഷെ പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷവും അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരികെ വന്നില്ല. സമ്മർദ്ദത്തെ അതിജീവിച്ച് ആശുപത്രിയിൽ നിന്നിറങ്ങിയ അദ്ദേഹം കാറിൽ കയറി തൻ്റെ ഗുണകാംക്ഷികളായും മറ്റും കാണാനായി പുറപ്പെട്ടു. കടം മേടിച്ചവരെല്ലാം ക്രെഡിറ്റേഴ്സിനെ കണ്ടു. ആൻഡ് അതേഴ്സ് വിസിറ്റ് ക്രെഡിറ്റേഴ്സ്, കടം വാങ്ങിയവരെല്ലാം കണ്ടു. തൻ്റെ ഗുണകാംക്ഷികളെ മറ്റും കാണാനായി പുറപ്പെട്ടു. അവരൊക്കെ അദ്ദേഹം തൻ്റെ സ്വഭാവം കൊണ്ട് ഉപദ്രവിച്ചിട്ടുള്ളവരായിരുന്നു. അന്ന് 1935 ജൂൺ 10 ആയിരുന്നു. പിന്നീട് 15 വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ ബോബ് മരിക്കുന്നതുവരെ മദ്യം കഴിച്ചിട്ടില്ല. Next day he said, "Bill, don't you think that working on another alcoholic is terribly important? We had been much safer if we got active, wouldn't we?" I said, "Yes, that would be just the thing. But where can we find any alcohols?" He said, "They always have a batch down at the Akron City Hospital. I will call them up and see what they have got." Getting hold of a nurse, friends of his on the receiving ward of the hospital, Dr. Bob explained that a man from New York had just found a new cure for alcoholism. We called it cure in those days. But the nurse knew, Dr. Bob told. So she retorted, "Is that so, Dr. Bob? You don't mean to tell me you are trying to turn yourself?" "Yes," he said, "I sure have." അടുത്ത ദിവസം ഡോക്ടർ ബോബ് അദ്ദേഹം പറഞ്ഞു, "ബിൽ, മറ്റ് മദ്യാസക്തിമത്തുള്ള പ്രവർത്തനം അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നില്ലേ? നാം സജീവമായാൽ കൂടുതൽ സുരക്ഷിതമാവില്ലേ?" ഞാൻ പറഞ്ഞു, "അത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ മദ്യാസക്തർ എവിടെ?" അദ്ദേഹം പറഞ്ഞു, "എപ്പോഴും ആ കൂട്ടർ ഒരു പറ്റം
അക്രോൺ സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടാകും. ഞാൻ അവരെ വിളിച്ച് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ആശുപത്രിയിലെ സ്വീകരണ വാർഡിലെ ഒരു നേഴ്സ് സുഹൃത്തിനെ വിളിച്ച് ഡോക്ടർ ബോബു വിശദീകരിച്ചു. ന്യൂയോർക്കിൽ നിന്നുള്ള ഒരാൾ മദ്യാസക്തിക്ക് ഒരു ചികിത്സ കണ്ടെത്തിയിട്ടുണ്ട്. ചികിത്സ എന്നാണ് ആ കാലത്ത് ഞങ്ങൾ അതിനെ പറഞ്ഞിരുന്നത്. പക്ഷേ നേഴ്സിന് ഡോക്ടർ ബോബിനെ നേരത്തെ അറിയാമായിരുന്നു. അവൾ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണോ ഡോക്ടർ ബോബു? നിങ്ങൾ അത് പരീക്ഷിച്ചു നോക്കിയെന്ന് ഞാൻ കരുതട്ടെ? അതെ, തീർച്ചയായും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അവർ പറഞ്ഞു, പുതിയ ആൾ ദ ന്യൂ കസ്റ്റമർ വാസ് ഇൻ നോ ഷേപ്പ് ടു ബി സീൻ. അപ്പൊ പറഞ്ഞു, പുതിയ ആൾ കാണാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. ബട്ട് 2 days later, it was told Bill D. AN number 3, those story you can read in the second edition of the big book. Bill was still pretty glassy-eyed when Dr. Bob and I gave him the medical and the news about the allergy and the obsessions. Old Bill showed a startled interest, but when we began to describe our spiritual approach, Bill shook his head and said, "No, I am too far gone for that. I have always believed in God. I used to be a deacon in the church, but boys, I have been in and out of this place 6 times in the last 4 months. This time in DTs. I badly beat up of one of the nurses. I knew I can't even get home from the here sober. I am afraid to go out. No, it's too late for me. I still believe in God, all right, but I knew mighty well that He doesn't believe in me anymore." ഉം, അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞാനും ബോബും ബെഡിൽ കിടക്കുന്നയാളുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാനും ബില്ലും മുഖത്തേക്ക് നോക്കിയായിരുന്നു. മാൻ ഓൺ ദ ബെഡ്, അതായത് ബെഡിൽ കിടക്കുന്നയാളുടെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. വയോധികനായ ബിൽ ഡി ആയിരുന്നു അത്. എയിലെ മൂന്നാമൻ. അദ്ദേഹത്തിന്റെ കഥ ബിഗ് ബുക്കിന്റെ 2ാമത്തെ എഡിഷനിൽ വായിക്കാം. ബില്ലിന്റെ കണ്ണ് അപ്പോഴും ഭാവരഹിതമായിരുന്നു. ഞാനും ഡോക്ടർ ബോബും വിധേയത്വത്തെയും അലർജിയെ പറ്റിയുള്ള വൈദ്യശാസ്ത്രത്തിന്റെ മോശം വാർത്ത അറിയിച്ചപ്പോൾ ബിൽ ഭയപ്പാടോടെ താല്പര്യം കാണിച്ചു. ഞങ്ങൾ ആത്മീയതയെക്കുറിച്ച് വിവരിച്ചപ്പോൾ ബിൽ തലയാട്ടി പറഞ്ഞില്ല. ഞാനൊരിക്കൽ ആ കാര്യത്തിൽ അതിദൂരം പോയവനാണ്. ഞാൻ എന്നും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ഞാൻ പള്ളിയിൽ ഒരു ഡീക്കൻ പോലുമായിരുന്നു. പക്ഷെ കുട്ടികളെ 4 മാസത്തിനിടെ ഞാനിവിടെ 6 പ്രാവശ്യം കയറി ഇറങ്ങി ഈ ആശുപത്രിയിൽ. ഈ തവണ DTയിൽ ഒരു നേഴ്സിനെ ഞാൻ വല്ലാതെ തല്ലി. ഞാനിവിടെ നിന്ന് കുടിക്കാതെ വീട്ടിലെത്തുമെന്ന് പോലും തോന്നുന്നില്ല. പുറത്തു പോകാൻ എനിക്ക് പേടിയാണ്. ഇല്ല, വൈകിപ്പോയി. ഞാനിപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് നന്നായി അറിയാം അദ്ദേഹത്തിന് എന്നിൽ വലിയ വിശ്വാസം ഇല്ല. "Well, Bill," we said, "can we come back and see you tomorrow?" "Yes," he replied. "You fellows really understand." "Sure, I had like to see you." So the next day we came back and found him talking to his wife, Henrietta. Bill pointed to us and said, "These are the fellows I was telling you about. They are the ones that know, they understand what these things is all about." ഉം. കൊള്ള കൊള്ളാം ബിൽ, ഞങ്ങൾ പറഞ്ഞു. "നാളെ നിങ്ങളെ കാണാൻ വന്നോളട്ടെ." "ശരി," അദ്ദേഹം മറുപടി പറഞ്ഞു. "നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയവരാണ്. നിങ്ങളെ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്." ഞങ്ങൾ അടുത്ത ദിവസം ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഹെൻറിറ്റയോട് ഞങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടത്: "ഇതാണ് ഞാൻ പറഞ്ഞ ആളുകൾ. അവർ ഇതിനെപ്പറ്റി അറിയാവുന്നവരാണ്. അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു." Then Bill told us how during the night hope had dawned on him. If Bob and I could do it, he could do it. Maybe we could all do together what we could not do separately. 2 days later, Bill suddenly said, "Henrietta, fetch me my clothes. I am going to get up and get out of here." Bill walked out of that hospital a free man, and he never took a drink again. The spark that was to flare into the first AA group had been struck. അപ്പോൾ അടുത്ത ദിവസം ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കണ്ടിട്ടുള്ള ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആളുകൾ. അവർ ഇതിനെപ്പറ്റി അറിയാവുന്നവരാണ്. അവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അന്ന് രാത്രിയിൽ തനിക്ക് എങ്ങനെ പ്രതീക്ഷ കൈവന്നുവെന്ന് ബിൽ ഞങ്ങളോട് പറഞ്ഞു. എനിക്കും ബോബിനും സാധിക്കുമെങ്കിൽ അയാൾക്കും സാധിക്കും. ഒറ്റയ്ക്ക് കഴിയാത്ത കാര്യങ്ങൾ ഒന്നായി നിന്നാൽ സാധിച്ചേക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബിൽ പെട്ടെന്ന് ഹെൻറിറ്റയോട് പറഞ്ഞു, "ഹെൻറിറ്റ, എൻ്റെ വസ്ത്രങ്ങൾ കൊണ്ടുവരൂ. ഞാൻ എവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തു കിടക്കാൻ പോവുകയാണ്." ബിൽ സ്വതന്ത്രനായി ആശുപത്രിയിൽ നിന്ന് പുറത്തു കടന്നു. പിന്നീട് അദ്ദേഹം കുടിച്ചിട്ടില്ല. ആദ്യത്തെ AA ഗ്രൂപ്പിൽ കത്തിപ്പടർന്ന തീപ്പൊരിയായിരുന്നു.
The spark that was to flare into the first AA group had been struck. അപ്പോൾ ആദ്യത്തെ AA ഗ്രൂപ്പിൽ കത്തിപ്പടർന്ന തീപ്പൊരിയായിരുന്നു അത്. Dr. Bob and Bill D. And I went frantically to work with more of those alcoholic characters at the city hospital. We had a long string of failures. Notable among this had been Eddie. In fact, Dr. Bob and I had tackled him just before our first visit with Bill D. Every time Eddie got drunk, he wanted to jump off the Cleveland dogs. Once, when angered, he had tried to emphasize a point by waving a knife at Annie and me. He finally did make the grade and recently wrote me that he has been sober for 7 wonderful years. So, Eddie, our first failure, so called it today's success. ഡോക്ടർ ബോബും ഞാനും ബില്ലും ചേർന്ന് സിറ്റി ഹോസ്പിറ്റലിലെ മധ്യസ്ഥരോടൊത്ത് ഭ്രാന്തമായ ആവശ്യത്തോടെ പ്രവർത്തിച്ചു. ഞങ്ങൾക്ക് നീണ്ട പരാജയങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ടായിരുന്നു. അതിലൊരാൾ എഡിയായിരുന്നു. ഞങ്ങൾ ബിൽഡിയെ കാണുന്നതിന് മുമ്പ് തന്നെ എഡിയെ കണ്ടെത്തിയിരുന്നു. അയാൾ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. ക്ലീവ്ലാൻഡ് ഡോക്കിൽ നിന്ന് ചാടാൻ അയാളെ ലഭിച്ചിരുന്നു. ഒരിക്കൽ അയാൾ എനിക്ക് നേരെ കത്തി വീശുകയും ചെയ്തു. അവസാനം അയാൾ വിജയിച്ചു. അടുത്തിടെ അദ്ദേഹം എനിക്ക് എഴുതി, 7 വർഷമായി അദ്ദേഹം സുബോധവാനാണ്. അങ്ങനെ എഡി ഞങ്ങളുടെ ആദ്യ പരാജയം. അങ്ങനെ പറയാമെങ്കിൽ ഇന്ന് അതൊരു വിജയമാണ്. സോ എഡി അവർ ഫസ്റ്റ് ഫെയിലിയർ, ആദ്യത്തെ പരാജയം, സോ കോൾഡ് പരാജയമായിരുന്നത്, ഇസ് ടുഡേ സക്സസ്, ഇന്ന് അതൊരു വിജയമാണ്. ദെൻ ഫ്രം another quarter we turned up with a prize. I guess this was the beginning of AS young people at department. This new one, Ernie, had been a terrible wild case. Yet he caught on very quickly to become a number 4. As I remember it, we straightened up only two more during that whole summer in Akron. By September, my proxy fight backers had got tired again. I had to go home to New York. അടുത്ത ക്വാർട്ടർ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒരു സമ്മാനം ലഭിച്ചു. എയിൽ ചെറുപ്പക്കാരുടെ വിഭാഗത്തിൻ്റെ തുടക്കമാണിതെന്ന് കരുതാം. ഈ പുതിയ ആൾ എർണി ഒരു ഭയങ്കര കേസായിരുന്നു. അയാൾ പെട്ടെന്ന് എയിൽ 4-മനായി. ആ വേനൽക്കാലത്ത് അക്രോണിൽ 2 പേരെ കൂടി മാത്രമാണ് നേരെയാക്കാനായത്. സെപ്റ്റംബറോടെ എൻ്റെ പ്രോക്സി പോരാട്ടങ്ങളിൽ കമ്പനിയുടെ പ്രോക്സി പോരാട്ടത്തിൽ തളർന്നു. എനിക്ക് ന്യൂയോർക്കിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. Right there, I want to set on record the timeless gratitude that AS will always have for Henrietta Seiberling, she who first brought Dr. Bob and me together. Of the 10 people to whom I had been directed by clergyman Walter Tunks, Henrietta was the only one who had understood enough and cared enough, and this had been only the beginning of her mission. During that first summer at Akron, she affectionately counseled many an alcoholic family, just as Annie was doing. Despite the fact that she had no direct experience of alcoholism, Henrietta had a rare capacity for identification with us. Therefore, she was eagerly sought out of her great spiritual insight and the help she could give. What alcoholism was owed to her will always be beyond anybody's reckoning. And Dr. Bob depths and mine are the greatest of all. ഹെൻറിറ്റ സിബർലിങ്ങിനോടുള്ള എയുടെ അതിരിട്ട നന്ദി ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അവരാണ് ആദ്യമായി എന്നെയും ഡോക്ടർ ബോബിനെയും ഒരുമിച്ച് ചേർത്തത്. പുരോഹിതനായ വാട്ടർ ടങ്ക്സ് പരിചയപ്പെടുത്തിയ 10 പേരിൽ ഹെൻറിറ്റ സിബർലിംഗിന് മാത്രമാണ് മനസ്സിലാക്കാനും പരിഗണിക്കുവാനും കഴിഞ്ഞത്. ഇവളുടെ മിഷന്റെ മാത്രമായിരുന്നു അത്. അക്രോണിലെ ആദ്യ വേനൽക്കാലത്ത് ആനിയെപ്പോലെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് അവൾ ഉപദേശങ്ങൾ നൽകി. മദ്യാസക്തിയുമായി നേരിട്ട് ബന്ധമില്ലാതിരുന്നിട്ടും അവൾ നമ്മളിൽ ഒരുപാടായി മാറി. ആയതിനാൽ അവൾക്ക് നൽകാനാവുന്ന ആത്മീയ ഉൾക്കാഴ്ചയും സഹായവും അവൾ നമുക്ക് നൽകി. ഒരാൾക്ക് എണ്ണാവുന്നതിനപ്പുറമാണ് അവൾക്ക് ആൽക്കഹോളിസം അനോണിമസിനോടുള്ള കടപ്പാട്. എൻ്റെയും ബോബിൻ്റെയും കടപ്പാട് ഏറ്റവും വലുതാണ്.